ജോയ്സ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ മഹാനാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ പകൽക്കാലം നമ്മളോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കർത്താവിൻ്റെ ദാസിയാണ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവത്തെ ഷെയർ ചെയ്യുന്നതിന് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ ദാസി വത്സമ്മ തോമസ് UK നിന്നാണ്. ഈ സാക്ഷ്യം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയോട് ക്ഷമയോട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അത് കർത്താവിനോട് നിങ്ങളെ അടുപ്പിക്കുന്നതിന് മുഖാന്തരമാക്കി തീർക്കും. അമേൻ. ജീവിതത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു പോകുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നപ്പം. അങ്ങയുടെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം. അങ്ങയുടെ ദാസിയെയും അടിനെയും തൃക്കരത്തിൽ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. അപ്പാ, ഞങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്കേനയ്ക്കുള്ളിൽ കർത്താവ് അല്പസമയം ഇരുത്തുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്ന കർത്താവേ, അങ്ങയുടെ ആത്മാവില എൻ്റെ ദാസ്യ ദൈവം നടത്തിയതായ ഹല്ലേലൂയ വിധങ്ങളും വഴികളും ഒക്കെ പ്രസ്താവിപ്പാനുള്ള എല്ലാ ദൈവകൃപയും കർത്താവ് നിൻ്റെ ദാസിയുടെ മേൽ പകർന്നു കൊടുത്താട്ട്. നെറ്റ്വർക്കിനെയും സിസ്റ്റത്തെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന എല്ലാം അങ്ങ് തന്നെ നിയന്ത്രിച്ചാട്ട്. അല്പസമയം ഞങ്ങൾ ഇരിക്കട്ടെ അപ്പാ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളോട് സംസാരിച്ചാട്ട്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ്. ദേവദാസി കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? ദൈവകൃപയാൽ സന്തോഷമായിട്ടിരിക്കുന്നു. ഓക്കെ. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന ഇവിടെ നിന്നാണെന്നും വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രേക്ഷകർക്ക് അതൊരു അറിവായിരിക്കുമല്ലോ. പ്രൈസ് ലോർഡ്. എൻ്റെ പേര് വത്സമ്മ തോമസ്. ഞാൻ ഇപ്പോൾ UK സോമർസെറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് കുടുംബമായിട്ട് താമസിക്കുന്നു. കുടുംബമായി താമസിച്ച് കർത്താവിൻ്റെ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ പാർട്ട് ടൈം ജോലി ചെയ്യുന്നുമുണ്ട്. എനിക്ക് കർത്താവ് തന്ന ഒരു ദൈവദാസനും അതോടൊപ്പം തന്നെ 3 കുഞ്ഞുങ്ങളെയും കർത്താവ് എനിക്ക് തന്നിട്ടുണ്ട്. മൂത്ത മോള് പിന്നെ പഠനം കഴിഞ്ഞു, ജോലിയോടുള്ള ബന്ധത്തിൽ ഈ നാട്ടിൽ തന്നെയായിരിക്കുന്നു. 2ാമത്തെ മോള് ഞങ്ങളോട് കൂടെയുണ്ട്. 3ാമത്തേത് ഒരു മോനാണ്. അവൻ റോബോട്ടിക് എഞ്ചിനീയറിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ കുടുംബം. ആമേൻ. ദേവദാസി കർത്താവ് കുടുംബമായി സഹായിക്കട്ടെ, ആ ദേശത്ത് ഉപയോഗിക്കട്ടെ. ഇനിയുള്ള സമയം ഞാൻ കർത്താവിൻ്റെ ദാസിക്കായി നൽകി തരികയാണ്. ജീവിതത്തിൻ്റെ അനുഭവത്തെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ നമ്മുടെ പ്രേക്ഷകരുടെ അറിവിന് വേണ്ടി, ആത്മീക വർധനവിന് വേണ്ടി ദേവദാസിക്ക് ഇപ്പോൾ ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു. വെൽക്കം ദേവദാസി. താങ്ക് യു സിസ്റ്റർ. ആദ്യമേ തന്നെ ജോയ്സ് ടിവിയിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത പ്രിയ സിസ്റ്ററോടും ടീമിനോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. എൻ്റെ കർത്താവിന് സകലമാനവും മഹത്വവും അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ ജോയ്സ് ടിവിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത പ്രിയ സിസ്റ്റർ ദേവയോടുള്ള നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. ഞങ്ങൾ ഈ ദേശത്ത് സിസ്റ്റർ ദേവയായിരുന്ന സമയത്ത് ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വേലയിൽ പലയിടങ്ങളിലും ശുശ്രൂഷിപ്പാനും അതോടൊപ്പം തന്നെ ഞങ്ങൾ നടത്തുന്ന ഒരു പ്രെയർ ലൈനിൽ വർഷങ്ങളോളം ഒരുമിച്ച് പ്രാർത്ഥിപ്പാനും കർത്താവ് കൃപ തന്നിട്ടുണ്ട്. ഇന്നും ആ സ്നേഹബന്ധം നിലനിൽക്കുന്നു. ആ സിസ്റ്ററും കർത്താവായിരിക്കുന്നിടത്ത് പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ ദൈവത്തിന് സകലമാനവും മഹത്വവും അർപ്പിക്കുന്നു. ഞാൻ ഈ പറയുന്ന സാക്ഷ്യം കേൾക്കുന്ന ദൈവജനത്തിന് അനുഗ്രഹമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ പേര് വത്സമ്മ തോമസ്. ഞാനൊരു കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചത്. എങ്കിലും ഞാൻ വളർന്നത് ഓർത്തഡോക്സിൻ്റെയും മർത്തോമയുടെയും പാരമ്പര്യത്തിലായിരുന്നു ഞാൻ വളർന്നു വന്നത്. ഞാൻ എൻ്റെ തീരെ ചെറുപ്പത്തിൽ തന്നെ എൻ്റെ ഗ്രാൻഡ് ഫാദർ എന്നെ പ്രാർത്ഥിക്കുവാനായിട്ട് പഠിപ്പിച്ചിരുന്നു. ഗ്രാൻഡ് ഫാദർ നന്നായി പ്രാർത്ഥിക്കുന്ന ഓർത്തഡോക്സുകാരനായിരുന്നെങ്കിലും നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു രീതി എൻ്റെ കുടുംബത്തിലുണ്ടായിരുന്നു. അങ്ങനെ നല്ല പ്രാർത്ഥനയുടെയും വചനധ്യാനത്തിൻ്റെയും വചനം വായിക്കുന്നതിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് ഞാൻ വളർന്നു വന്നതെങ്കിലും എൻ്റെ ഒരു 19 വയസ്സ് വരെ എനിക്ക് എന്നോട് ആരെങ്കിലും ദൈവം ഉണ്ടോ എന്ന് ഒന്ന് നിർത്തി ചോദിച്ചാൽ ഒരു സംശയത്തോടെ നോക്കുന്ന ഒരു രീതി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ചെറുപ്പം മുതലേ വചനം വായിക്കുമായിരുന്നു. എങ്കിലും ജീവിതത്തിൽ അങ്ങനെ അനുഭവങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. എന്നാൽ 18 വയസ്സ് കഴിഞ്ഞ സമയത്ത് ഞാൻ ഡൽഹിയിലേക്ക് നഴ്സിങ്ങിനായിട്ട് പോയി. അതിനു മുൻപ് ഞാൻ പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ എനിക്ക് നഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ CMC മെഡിക്കൽ കോളേജിൽ നഴ്സിങ്ങിൻ്റെ അഡ്മിഷന് വേണ്ടി പോയ സമയത്ത് അവിടെ ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങളുടെ ആകുന്നൊരു ബന്ധുവായിട്ട് അവിടെ ഒരു മേട്രൺ ഉണ്ടായിരുന്നു. അപ്പോൾ ആ മേട്രൻ്റെ റെക്കമെൻഡേഷനോടെ എനിക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് അവിടെ പോയത്. എന്നാൽ ഞാൻ കാത്തലിക് ആണെന്നുള്ള പേരിൽ അവരെനിക്ക് അഡ്മിഷൻ റിജക്റ്റ് ചെയ്തു. ഞാൻ 1 വർഷം വെറുതെ
വീട്ടിൽ നിന്നും ഞാൻ ആ വീട്ടിൽ നിന്ന സമയത്ത് ചെറുതായിട്ട് ടൈപ്പ് ഷോർട്ട് ഹാൻഡൊക്കെ പഠിച്ച് ഇങ്ങനെ ഒരു സാധാരണ ജീവിതം ഇങ്ങനെ ജീവിച്ചു പോകുന്ന സമയത്താണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു വ്യക്തി ഒരു സഹോദരി ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഡൽഹിയിലാണ്, വേണമെങ്കിൽ ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിൽ പൈസ കൊടുത്താൽ അഡ്മിഷൻ കിട്ടും നഴ്സിങ്ങിന്, അതുകൊണ്ട് വേണമെങ്കിൽ കൊണ്ടുപോകാം എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ ഒരു വർഷമായിട്ട് എൻ്റെ പഠനത്തോടുള്ള ബന്ധമൊക്കെ വിട്ടിങ്ങനെ നിൽക്കുന്നത് കൊണ്ടും എന്നാൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുമല്ലോ എന്നുള്ള ചിന്തയോടുകൂടെ ഞാനും ഞാനീ പറഞ്ഞ സഹോദരിയുടെ അനിയത്തിയും അവരുടെ ഫാദറും എൻ്റെ ഒരു അങ്കിളും ഞങ്ങൾ 4 പേര് ഡൽഹിക്ക് യാത്ര തിരിച്ച് അവിടെ ഞങ്ങൾ ഡൽഹിയിലെത്തി. പിറ്റേ ദിവസം തന്നെ, അപ്പോൾ അന്ന് പറഞ്ഞത് മാത്യു എന്നൊരു വ്യക്തിക്ക് 5000 രൂപ, ആ കാലത്ത് 87 കാര്യമാണ് ഞാൻ പറയുന്നത്, 5000 രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ആ ഒരു പൈസ കൊടുക്കാമെന്നുള്ള വാഗ്ദാനത്തിലാണ് പോകുന്നത്. അവിടെ ചെന്ന് പിറ്റേ ദിവസം ഈ മനുഷ്യനെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ, അന്ന് എനിക്കിങ്ങനെ പറയാൻ അറിയത്തുള്ളൂ, എൻ്റെ ഉള്ളിൽ ആരോ പറഞ്ഞു, ഇന്നാണെങ്കിൽ എനിക്കറിയാം അതെൻ്റെ ദൈവം എൻ്റെ അകത്തിരുന്നുകൊണ്ട് എന്നോട് സംസാരിക്കുന്നതായിരുന്നു എന്ന്. അന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുകയാണ്, നീ മനുഷ്യന് പൈസ കൊടുക്കരുത്, പൈസ നഷ്ടമായി പോകും, അയാളെ വിശ്വസിക്കാൻ കൊള്ളുകയില്ല എന്ന് കണ്ടപ്പോൾ മുതൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് അദ്ദേഹത്തെ അറിയത്തില്ല, ഒരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ, ആരുടെ മുഖം നോക്കി പറയാനൊന്നും എനിക്കറിയത്തില്ല, തീരെ ചെറുപ്പമാണ് ഞാൻ. ഏതായാലും ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, എൻ്റെ മനസ്സിൽ പറയുന്നു ഇതുപോലെ ഇയാൾക്ക് പൈസ കൊടുക്കരുത്, പൈസ നമുക്ക് നഷ്ടമായി പോകും, മനുഷ്യൻ നമ്മളെ ചതിക്കും എന്ന് പറഞ്ഞപ്പോൾ അവരെന്നെ ഒത്തിരി വഴക്ക് പറയാനായിട്ടിടയായി. ഞങ്ങൾക്ക് വർഷം കൊണ്ട് അറിയാവുന്ന ആളാ, നീ എന്ത് വിചാരിച്ചുകൊണ്ടാ പറയുന്നേ, ഒരാളുടെ മുഖം നോക്കി നിനക്ക് കാര്യം പറയാൻ അറിയാമോ എന്നൊക്കെ പറഞ്ഞ് അവരതിനെ നിസ്സാരമാക്കി കളഞ്ഞു. ഏതായാലും ഒരു ദിവസം ഞങ്ങൾ 3 പേരാണ്, അവരുടെ മറ്റൊരു ഫ്രണ്ടിൻ്റെ അനിയത്തി കൂടെ ഉണ്ട്, ഞങ്ങൾ 3 പേരാണ് ഇദ്ദേഹത്തിന് പൈസ കൊടുക്കുന്നത്. പൈസ എല്ലാവരുടെയും കയ്യിൽ നിന്ന് 3000 വെച്ച് 9000 രൂപ ഈ മനുഷ്യൻ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ പൈസ കൊടുത്തിരിക്കുന്ന ഒരു ദിവസം വന്നേച്ച് പറഞ്ഞു, എനിക്ക് മാത്രം റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, മറ്റ് 2 പേർക്കുമില്ല, അവർക്ക് റിട്ടേൺ ടെസ്റ്റിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും ഒന്നും ആവശ്യമില്ല, ഞാനും വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പോയി എഴുതുന്നതാണ്, അതുകൊണ്ട് എനിക്ക് മാത്രം റിട്ടേൺ ടെസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് പോകാമെന്ന് പറഞ്ഞു. അന്ന് ഭയങ്കര മഴ നടക്കുന്ന ഒരു സമയമായിരുന്നു. ഡൽഹിയിൽ വെച്ച് വാഹനമൊന്നും യാത്ര ചെയ്യാനായിട്ട് പറ്റാത്തൊരു സ്ഥലം, ഗംഗാറാം എന്ന ഹോസ്പിറ്റലിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഒരു ഓട്ടോയിലൊക്കെ ഇരുന്ന് ഞങ്ങളെ ഉന്തി തള്ളിക്കൊണ്ടാണ് പോകുന്നത്, ഓട്ടോ മുമ്പോട്ട് പോകത്തില്ല. അങ്ങനെ ഏതായാലും വളരെ സാഹസികമായിട്ട് അവിടെ ചെന്നു. ഞാൻ റിട്ടേൺ ടെസ്റ്റ് ഒക്കെ എഴുതി. റിട്ടേൺ ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്കറിയാം, എനിക്ക് പ്രത്യേകിച്ച് 1 വർഷത്തെ 1.5 വർഷത്തെ ഗ്യാപ്പ് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും എനിക്ക് അതിനകത്ത് കാര്യമായിട്ടൊന്നും ഉത്തരവൊന്നും എഴുതാനായിട്ട് പറ്റിയില്ല എന്ന് എനിക്കറിയാം. അപ്പം മാത്യു പറഞ്ഞു, അത് വിഷമിക്കാനൊന്നുമില്ല, പിന്നെ നമ്മൾ പൈസ കൊടുത്ത് കയറുന്നവരാണല്ലോ, നിങ്ങൾക്ക് എന്തായാലും അഡ്മിഷൻ കിട്ടും എങ്ങനെ പറഞ്ഞ് എന്നെ കൊണ്ടുവന്ന എൻ്റെ അങ്കിള് എന്നെ അവിടെ ഡൽഹിയിലാക്കിയിട്ട് താൻ തിരികെ പോയി. ഞങ്ങളുടെ ആകുന്ന ബന്ധത്തിലൊരു റിലേറ്റീവ്സ് നോയിഡയിലുണ്ടായിരുന്നു, അവരുടെ വീട്ടിലോട്ട് എന്നെ ആക്കിയിട്ടാണ് എൻ്റെ അങ്കിള് പോയത്. അങ്ങനെ പോയി അവിടെ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവരുടെ ഒരു നെയ്ബർ ഇങ്ങനെ സംസാരിച്ചു വന്നപ്പോൾ ആ നെയ്ബറിൻ്റെ മോള് നഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടിയെന്നും ഗംഗാറാമിൽ ജോയിൻ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും അവിടെ തന്നെയാണല്ലോ ജോയിൻ ചെയ്യേണ്ടിയിരിക്കുന്നത്, എനിക്ക് പക്ഷെങ്കിൽ എൻ്റെ കോള് വന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞില്ല, ഗംഗാറാമിലെ അഡ്മിഷൻ കഴിഞ്ഞു, അവിടെ ഓൾറെഡി ക്ലാസ് തുടങ്ങി. ഞാൻ എങ്ങനെയോ അടുത്ത ബസ് പിടിച്ച് എനിക്ക് അന്ന് വലിയ ഭാഷയൊന്നും അറിയത്തില്ല, ഇംഗ്ലീഷും ഹിന്ദിയൊക്കെ ഒരു ആവറേജ് രീതിയിൽ അറിയത്തേ ഉള്ളൂ. ഞാൻ ഏതായാലും അവിടെ നിന്ന് ഞങ്ങളന്ന് താമസിക്കുന്ന സാക്കേത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ്, സാക്കേത്തിലേക്ക് വന്നു. അവിടെ വന്നിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരോട് എന്നെ കൊണ്ടുവന്നവരോട് പറഞ്ഞു, ഇതുപോലെ നമ്മുടെ അവിടുത്തെ അഡ്മിഷൻ കഴിഞ്ഞു ഓൾറെഡി, അവിടുന്ന് അവിടെയുള്ള ആൾക്കാരെ ഞാൻ കണ്ടു, പരിചയപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് ഈ മാത്യുവിനെ കോണ്ടാക്ട് ചെയ്യുവാനായിട്ടിടയായി. മാത്യുവിനെ ചെന്ന് വിളിച്ചു. ഒരു ദിവസം വൈകുന്നേരം ചെന്ന് വിളിച്ചപ്പോൾ മാത്യു പറഞ്ഞു, അത് സാരമില്ല, ഇങ്ങനെ പൈസ കൊടുത്ത് കയറുന്നവർ 1-2 ആഴ്ചയുടെ ഗ്യാപ്പിലാണ് കയറുന്നത്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും കയറും, വിഷമിക്കാനില്ല എന്ന് പറഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ മാത്യു എനിക്കൊരു ജോയിൻ ചെയ്യാനുള്ള ജോയിനിങ് ലെറ്ററിൻ്റെ കോപ്പിയുമായിട്ട് താൻ വീട്ടിൽ വന്നു. ഒരു സന്ധ്യാസമയത്താണ് വരുന്നത്. വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരും ആ കോപ്പി കണ്ടു. എന്നോട് പറഞ്ഞു, പെട്ടെന്ന് റെഡിയാക്കിക്കോ, പെട്ടിയൊക്കെ എടുത്തോ, നമുക്ക് പോയേക്കാം എന്ന് താനിങ്ങനെ പറഞ്ഞപ്പോൾ
എൻ്റെ മനസ്സിൽ പിന്നെയും പറഞ്ഞു, ഈ മനുഷ്യൻ്റെ കൂടെ പോകരുത്, പോയി കഴിഞ്ഞാൽ വഞ്ചിക്കപ്പെടും, അതുകൊണ്ട് നീ പോകരുത്. നീ ആ ജോയിൻ ലെറ്ററിൻ്റെ എന്നോട് പറഞ്ഞു നീ വഞ്ചിക്കപ്പെടും, അതുകൊണ്ട് നീ പോകരുത് എന്ന് എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞു. എന്നോട് പിന്നെയും എൻ്റെ അകത്തിരുന്നു കൊണ്ട് ഒരു മനുഷ്യൻ പറഞ്ഞു തരുന്ന പോലെ എന്നോട് പറയുകയാണ്, നീ ആ ജോയിനിങ് ലെറ്റർ ഒന്ന് മേടിച്ച് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്യുവിനോട് പറഞ്ഞു, എന്നെ ആ ജോയിനിങ് ലെറ്റർ ഒന്ന് കാണിച്ചേ. അന്നേരം പറഞ്ഞു, ഇല്ല ഇവരെല്ലാവരും കണ്ടല്ലോ, പിന്നെ എന്തിനാ നിനക്ക് ആ ലെറ്റർ? ഞാൻ പറഞ്ഞു, അല്ല ഞാനല്ലേ വരേണ്ടത്, ഞാൻ ആ ലെറ്റർ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ ലെറ്റർ നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ അയാൾ എനിക്ക് ആ ലെറ്റർ തന്നു. ഞാൻ ആ ലെറ്ററിലോട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഉള്ളത്തിൽ വീണ്ടും പറയുകയാണ്, നീ നിൻ്റെ പേരിലോട്ട് സൂക്ഷിച്ച് നോക്കി, ഇത് നിൻ്റെ ലെറ്റർ അല്ല, ഇതൊരു ഫോട്ടോ കോപ്പിയാണ്, ഇത് നിന്റെ ലെറ്റർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഉള്ളത്തോട് ഇങ്ങനെ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചപ്പോൾ ഞാൻ ആ ലെറ്ററിലോട്ട് നോക്കിക്കൊണ്ട് എനിക്ക് പകരം മറ്റാരോ സംസാരിക്കുന്നത് പോലെ എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങിയ മനുഷ്യനോട് ചോദിച്ചു, ഇതിൻ്റെ ഒറിജിനൽ എന്തിയെ? അന്നേരം പറഞ്ഞു, ഒറിജിനൽ മേറ്ററിൻ്റെ കയ്യിലിരിക്കുകയാണ്, അത് തരത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ഒറിജിനൽ ഇല്ലാതെ ഞാൻ വരത്തില്ല, ഇത് എൻ്റെ പേരല്ല, ഇത് എൻ്റെ കോപ്പിയല്ല. അപ്പം ആ മനുഷ്യൻ എന്നോട് തർക്കിക്കാൻ തുടങ്ങി, അത് നിനക്ക് എങ്ങനെ അറിയാം നിന്റെ പേരാണോ അല്ലയോ എന്നുള്ളത്? സ്തോത്രം. അങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ഞാനിങ്ങനെ സംസാരിക്കാൻ തുടങ്ങി, നിങ്ങൾ ആ ലെറ്ററിൻ്റെ പിന്നെ ഒറിജിനൽ തന്നെങ്കിലേ ഞാൻ വരികയുള്ളൂ, ഇത് എൻ്റെ പേരല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തർക്കിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എന്നെ കൊണ്ടുവന്നവരുടെ പിതാവിൻ്റെ കയ്യിലോട്ട് ഈ ലെറ്റർ കൊടുത്തേച്ച് പറഞ്ഞു, ചേട്ടനൊന്ന് നോക്കിക്കുക, ഇത് എൻ്റെ ലെറ്റർ അല്ല, എനിക്കുള്ള ലെറ്റർ അല്ല, എൻ്റെ പേരിൽ ഇവിടെ നല്ലൊരു ഡാർക്ക്നെസ് കണ്ടോ, ഇവിടെ എൻ്റെ പേരിൻ്റെ സ്ഥാനം മറ്റാരുടെയോ പേരിൻ്റെ സ്ഥാനത്ത് എൻ്റെ പേര് ടൈപ്പ് ചെയ്ത് ഒട്ടിച്ചു കൊണ്ടുവന്നിരിക്കുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യാമെന്നും ഇതൊക്കെ പോസിബിൾ ആണെന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ആ കാലഘട്ടത്തിൽ അറിയത്തില്ല. കാരണം ഞാനൊരു ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയും യാതൊരു അറിവുകളും എൻ്റെ വ്യക്തിപരമായ ബുദ്ധിയിലില്ല. എന്നാൽ എനിക്ക് വേണ്ടി ദൈവം സംസാരിച്ചു എന്ന് വേണം പറയുവാനായിട്ട്. അപ്പോൾ ഈ കറിയാച്ചേട്ടൻ എന്ന് പറയുന്ന മനുഷ്യൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റിട്ട് ഈ മാത്യുവിൻ്റെ കോളറിനെ പിടിച്ചിട്ട് ഒരൊറ്റ അടി കൊടുത്ത് ചോദിച്ചു, എന്തിയാടാ ഇതിൻ്റെ ഒറിജിനൽ, കുറേ നാളുകൊണ്ട് നീ കളിപ്പിക്കുകയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ പറയുകയാണ്, കൊടുത്ത പൈസ മുഴുവൻ ഈ മനുഷ്യൻ കുടിച്ച് നശിപ്പിച്ച് തീർത്തു. ഗംഗാറാം ഹോസ്പിറ്റലുമായിട്ട് ഇയാൾക്ക് യാതൊരു ബന്ധവുമില്ല. പിന്നെ എന്നെ അന്നേരം കൊണ്ടുപോകുന്നത് മറ്റ് ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് എന്നുള്ളത് എനിക്ക് ആ മനുഷ്യൻ തുറന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ എല്ലാവരും വളരെ വളരെ എന്താ പറയുന്നത്, സ്റ്റണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതൊരു വല്ലാത്തൊരു സിറ്റുവേഷനിലാണല്ലോ നമ്മൾ വന്ന് പെട്ടത്. 2-3 പേരുടെ പൈസ കൊടുത്തു, മാത്രമല്ല പോയിരുന്നെങ്കിൽ വഞ്ചിക്കപ്പെടുമായിരുന്നല്ലോ. സത്യം പറയുക സിസ്റ്ററെ, അന്ന് ഞാൻ പോയിരുന്നെങ്കിൽ, അന്ന് എന്നെ കൊണ്ടുപോയിരുന്നെങ്കിൽ, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ പിറ്റേ ദിവസം ഒരു ഡെഡ് ബോഡിയെ അവിടെ കാണുകൊള്ളായിരുന്നു. കാരണം നമ്മളെയൊക്കെ ആ കാലഘട്ടത്തിൽ വളർത്തിക്കൊണ്ട് വരുന്നത് ഇടത്തും വലത്തും നോക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയരുത്, ആരോടും മിണ്ടരുത് ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ വളർന്നു വന്നത്. സ്കൂളിൽ പോകുമ്പോൾ നേരെ നോക്കി പോകണം, നേരെ നോക്കി തിരിച്ചു വരണം, അത്രയൊരു അതുപോലെ ചിട്ടയോടെ വളർത്തിക്കൊണ്ടുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദൈവഹിതമല്ലാത്തൊരു കാര്യം സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആത്മഹത്യ മാത്രമേ പിന്നെ എൻ്റെ മുമ്പിലുണ്ടായിരുന്നുള്ളൂ. ഏതായിരുന്നാലും ഞാൻ അതിൽ നിന്ന് എന്നെ ദൈവം ആശ്ചര്യകരമായിട്ട് വിടുവിച്ചു. ഈ മനുഷ്യൻ പിന്നെ അങ്ങ് പോയി, യാതൊരു ബന്ധവും അയാളുമായിട്ടില്ല. അങ്ങനെ ഇരിക്കെ എന്നെ കൊണ്ടുവന്നവർ പറഞ്ഞു, നിന്റെ മുമ്പിൽ 2 ഓപ്ഷനാണുള്ളത്, നിനക്കൊന്നുകിൽ തിരിച്ചു പോകാൻ, കൊടുത്ത പൈസ പോയി, എൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാക്കി പൈസയും അവരുടെ കയ്യിൽ തന്നെയാണ്, അവർ ആ പൈസയും കൊടുത്ത് അവരുടെ അനിയത്തിയും ഫാദറിനെയും അവർ തിരിച്ചു വിട്ടു. എന്നോട് പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ തിരിച്ചു പോകാൻ, ഞങ്ങളുടെ കയ്യിൽ നഷ്ടപ്പെട്ട പൈസയൊന്നും തരാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളത്തിൽ പിന്നെയും ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ തിരികെ പോകണ്ട, നീ ഇവിടെ തന്നെ നിൽക്ക്, നിനക്കുള്ളത് ഞാൻ കരുതിയിട്ടുണ്ട്. എന്നോട് ഇങ്ങനെ ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ധൈര്യത്തോടെ ഇവരോട് പറഞ്ഞു, ഇല്ല ഞാൻ പോകുന്നില്ല, ഞാൻ പോയി എല്ലാ നേഴ്സിങ്ങിന് കിട്ടിയെന്ന് ഒന്ന് നാണക്കേട്, ദേശത്ത് എന്നുവെച്ച് എനിക്കൊന്നും നടന്നില്ല എന്ന് പറഞ്ഞ് തിരിച്ചു ചെല്ലുന്ന നാണക്കേട്. അപ്പോൾ വേണമെങ്കിൽ എനിക്ക് പാലക്കാട് പോകാം, അവിടെ ആരും അറിയത്തില്ല, എൻ്റെ അമ്മ വീട്, ഞാൻ വളർന്നതും അവിടെയാണ്, വേണമെങ്കിൽ എനിക്ക് അവിടെ പോകാം, പക്ഷെ ഞാൻ അവിടെ പോകുവാനായിട്ട് തയ്യാറല്ലായിരുന്നു. അപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, ഇവിടെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ, ഉപ്പ് തൊട്ട് തീ വരെ ഞങ്ങൾ പൈസ കൊടുത്താണ് മേടിച്ച് ജീവിക്കുന്നത്, അതുകൊണ്ട് എല്ലാത്തിനും ഷെയർ ഇടാമെങ്കിൽ മാത്രമേ നീ ഇവിടെ നിൽക്കാൻ, നിനക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഏതോ ധൈര്യത്തിൽ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ ഒന്നുമില്ല, ഇവരുടെ കയ്യിലുള്ള 2000 രൂപയുണ്ട്, അത് തീരുമ്പോൾ പിന്നെ എൻ്റെ കയ്യിൽ ഒന്നുമില്ലെന്നുള്ളത് എനിക്കറിയാം.
അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഇല്ല, ഞാൻ ഒന്നിനും നിങ്ങളോട് കടപ്പെട്ടിരിക്കത്തില്ല, നിങ്ങളോട് ഞാൻ കടം പറയത്തില്ല. ഞാനിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ദൈവം എന്നെ ഒരു നേഴ്സായിട്ട് തന്നെ തിരിച്ചു കൊണ്ടുപോകും, അതുകൊണ്ട് ഞാൻ തിരികെ പോവുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ബന്ധത്തിലുള്ളവർ അവർ പറഞ്ഞു, വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യുക വത്സമ, ടിക്കറ്റ് എടുത്ത് തരാം, വത്സമ അങ്ങ് നാട്ടിൽ പൊക്കോ, ഇവിടെ മറ്റൊരാളെ കൂടെ ആർക്കും അങ്ങനെ കൂടെ നിർത്തി താമസിപ്പിക്കാനൊന്നും അന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. ഇന്നത്തെ പോലുള്ള കൂടുതൽ ശമ്പളമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല. അങ്ങനത്തെ ഒരു ആർക്കും ഒരു നിർവാഹമില്ലാതെ സഹായിപ്പാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ വന്നുപെട്ടു. അങ്ങനെ സഹായിപ്പാൻ കഴിയാത്തൊരവസ്ഥയിൽ ഞാൻ വന്നു നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലോട്ട് എനിക്ക് അറിയിക്കാൻ പറ്റത്തില്ല. എൻ്റെ അങ്കിളങ്ങ് തിരികെ പോയി, മറ്റവരങ്ങ് തിരികെ പോയി. ഞാൻ പതുക്കെ ഒരു എഴുത്തൊക്കെ എഴുതി ഇവരോട് പറഞ്ഞു, ഇതുപോലെ എനിക്ക് വിചാരിച്ച രീതിയിൽ നഴ്സിങ്ങിന് കിട്ടിയില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കുകയാണ്, എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്ത് ഞാൻ അടുത്ത വർഷം നഴ്സിങ്ങിൻ്റെ സമയമാകുമ്പോഴത്തേക്കും അപ്ലൈ ചെയ്ത് ഞാൻ അങ്ങ് ജോലിക്ക് നഴ്സിങ്ങിന് കയറിക്കോളാം, അതുവരെ ഇവിടെ നിൽക്കാനുള്ളത് ദൈവം എന്നെ സഹായിക്കുമെന്ന് പറഞ്ഞൊരു എഴുത്തൊക്കെ എഴുതിയപ്പോൾ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, നീ അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല, പോരെ, വേണമെങ്കിൽ നാണക്കേട് ഓർത്തിട്ടാണെങ്കിൽ പിന്നെ അമ്മ വീട്ടിൽ നമുക്ക് പോയി നിൽക്കാമെന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അതിനെ അംഗീകരിച്ചില്ല. എൻ്റെ ഉള്ളത്തോട് സംസാരിച്ച് എന്നെ പ്രോത്സാഹിപ്പിച്ചു കൊണ്ടിരുന്ന ദൈവത്തിലോട്ട് ഞാൻ അടുക്കാനായിട്ട് തുടങ്ങി. എൻ്റെ കൂടെയുള്ളവർ ജോലിക്ക് വേണ്ടി പോകും, ഞാൻ ആ മുറിയിലിരുന്നു കൊണ്ട് കണ്ണുനീരോടെ കരഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, നീ എനിക്കൊരു വഴി ഒരുക്കി തരണമേ എന്ന് ഞാൻ കാലത്തും വൈകിട്ട് ഇവർ ജോലിക്ക് പോകാൻ നോക്കിയിരിക്കും ഞാൻ പ്രാർത്ഥിക്കാനായിട്ട്. ഞാനിങ്ങനെ ദൈവത്തോട് അടുക്കാൻ തുടങ്ങി. ഞാനിങ്ങനെ പറയും, കർത്താവിനോട് ഞാൻ പറയും, ഒരു അപ്പനോടൊരു കൊച്ചു പറയുന്ന പോലെ ഞാൻ ഇരുന്നു കൊണ്ട് പറയും. ഒത്തിരി അല്ലാതെ വലിയ വാചാലമായിട്ട് പ്രാർത്ഥിക്കാനൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ പറയും, കർത്താവേ, എനിക്കൊരു കമ്പനി ജോലി വേണ്ട. കാരണം ഞാൻ ആ കാലത്തൊക്കെ കേട്ടിട്ടുള്ളത്, ഡൽഹിയിൽ നിന്നൊക്കെ ആൾക്കാർ വരും, അവളേതോ കമ്പനിയിലാന്നൊക്കെ പറയും, ഏതോ മോശമായ ജോലിയാണെന്നാണ് ആ കാലഘട്ടത്തിലെ എൻ്റെ വിചാരം. അപ്പം ഞാൻ കർത്താവിനോട് പറയും, കർത്താവേ, എനിക്ക് ഒരു കമ്പനി ജോലി ചെയ്യണ്ട, എനിക്കിവിടെ അടുത്ത ഒരു വർഷം വരെ ജീവിക്കാൻ, നഴ്സിങ്ങിന് അഡ്മിഷൻ തരുമെന്ന് നീ പറഞ്ഞല്ലോ, അതുവരെ ജീവിക്കാൻ എനിക്കൊരു വരുമാന മാർഗം, വാടക കൊടുക്കണം, എല്ലാം കൊടുക്കാൻ ഒരു വരുമാന മാർഗം. പിന്നെയും കർത്താവിനോട് പറയും, എനിക്ക് ഇച്ചിരി ടൈപ്പും ഇച്ചിരി ഷോർട്ട് ഹാൻഡും ഒക്കെ അറിയാം, അതിനനുസരിച്ച് എന്തെങ്കിലും ഒരു ഓഫീസ് ജോലി നീ എനിക്ക് തരണം. ഇങ്ങനെ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ പറയുന്നത് പോലെ ഇങ്ങനെ പറഞ്ഞു ദൈവത്തോട് പറയുകയും കരയുകയും നിലവിളിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീം എന്ന് കേട്ടിട്ട് കാണുമല്ലോ, അവിടുത്തെ പാസ്റ്റർ PG വർഗീസിന്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന AT ജോസ് എന്ന് പറയുന്ന ഒരു ബ്രദർ, ആ അച്ഛൻ ഞങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വന്നപ്പോൾ ഞങ്ങൾ ഏതാണ്ട് ഒരു പഞ്ചായത്തുകാരാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു, വത്സമ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒന്നും ചെയ്യുന്നില്ല, ഇപ്പോൾ വെറുതെ ഇരിക്കുകയാണ്, ഞാൻ എന്തെങ്കിലും ഒരു ജോലി നോക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ആ അച്ഛൻ ചെന്നിട്ട് ഇവിടെ പിന്നെ ഓഫീസിൽ ചെന്നിട്ട് വർഗീസ് അങ്കിളിനോട് പറഞ്ഞു, ഇങ്ങനെ പിന്നെ ഒരു കുട്ടിയുണ്ട്, ജോലിയൊന്നും ഇല്ലാതിരിക്കുകയാണ്, വെറുതെ വീട്ടിലിരിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ഇവരുടെ ആങ്ങളെ, ഇവർ 2 സഹോദരിമാരും ഒരാങ്ങളെയും ഉണ്ട്. ഇവരുടെ ആങ്ങള അവിടുത്തെ ചർച്ചിലാണ് പോകുന്നത്. ആങ്ങളെ ഓൾറെഡി സ്നാനപ്പെട്ട വ്യക്തിയായിരുന്നു. അപ്പം ഞങ്ങളും ഇവരുടെ കൂടെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകാനായിട്ട് തുടങ്ങി. അങ്ങനെ പ്രാർത്ഥനയ്ക്ക് പോയ സമയത്ത് ഒരു ദിവസം ഈ വർഗീസങ്ങൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, വത്സമ, ഒരു കാര്യം ചെയ്യേ, വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, നടന്ന് ഇവിടം വരെ വരാനുള്ള ദൂരമേ ഉള്ളൂ, ഓഫീസും ഞങ്ങളുടെ വീടും തമ്മിൽ ഏതാണ്ട് ഒരു അരമണിക്കൂറോളം നടക്കണം. ഒരു കാര്യം ചെയ്യേ, ഞങ്ങളുടെ ഓഫീസിൽ വെറുതെ പോരെ, വീട്ടിൽ വെറുതെ ഇരുന്ന് ഓരോന്ന് ആലോചിച്ച് പിന്നെ മനപ്രയാസവും ഭാരങ്ങളും ഒക്കെ അതുകൊണ്ട് വെറുതെ ഇരിക്കേണ്ട, ഞങ്ങളുടെ ഓഫീസിൽ പോരാനായിട്ട് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ചെറുപ്പം മുതലേ ഈ വചനം വായിച്ചിട്ടുള്ളത് കൊണ്ടും പിന്നെ പ്രാർത്ഥിപ്പിച്ചിട്ടുള്ളത് കൊണ്ടൊക്കെ എനിക്ക് ദൈവത്തോടും ദൈവവേലയോടും ഒക്കെ ഒരു താല്പര്യം ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദൈവമുണ്ടോ എന്നുള്ള തറപ്പിച്ച് ചോദിച്ചാൽ അത്ര വലിയ ഉറപ്പില്ലാതിരിക്കുന്ന ഒരു കാലമുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ ദൈവത്തോടൊരു സ്നേഹമായി. അങ്ങനെ ഞാൻ ഈ ഓഫീസിൽ പോകാൻ തുടങ്ങി. ഇവരുടെ ഓഫീസിൽ പോകാൻ തുടങ്ങി. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാണ് പോകുന്നത്. കാരണം വണ്ടിക്കൂലിക്ക് നിവൃത്തിയില്ലല്ലോ, അതുകൊണ്ട് എന്നും നടക്കും. അങ്ങനെ നടന്നു പോകുന്ന വഴിക്കെല്ലാം ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ, എന്നെ ഇവിടെ ആരുടെ മുമ്പിൽ കൈ നീട്ടാൻ അനുവദിക്കരുതെന്ന് പ്രാർത്ഥിച്ച് ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് ആ വഴി മുഴുവൻ ഞാൻ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. മാസത്തിന്റെ അവസാനമായപ്പോൾ എനിക്ക്
300 രൂപ ശമ്പളം തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ആർക്കും ശമ്പളം കൊടുക്കത്തില്ല, ഞങ്ങൾ ആകെ കൊടുക്കുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നതിൽ നിന്നൊരു അംശമാണ്. അപ്പം എൻ്റെ ആദ്യത്തെ അവിടെ ചെല്ലുമ്പോഴുള്ള ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വരുന്ന ലെറ്ററുകൾക്കൊക്കെ അവർ മറുപടി എഴുതും, ഞാൻ സ്റ്റാമ്പ് ഒട്ടിച്ച് പോസ്റ്റ് ഓഫീസിൽ കൊണ്ടിടും. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ ജോലി. പിന്നത്തേതിൽ ഞാൻ ആ ചെയ്യുന്നതിൽ കുഴപ്പക്കാരിയല്ലെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇവിടെ വരുന്ന അന്നൊക്കെ ടെലഗ്രാമൊക്കെ ഒക്കെയാണല്ലോ വരുന്നത്. അപ്പം അന്ന് വരുന്ന ഈ പൈസയും കാര്യങ്ങളും ചെക്കും ഒക്കെ കൊണ്ട് ബാങ്കിൽ കൊണ്ട് ഡിപ്പോസിറ്റ് ചെയ്യാനായിട്ട് അതിനുമുള്ള സാഹചര്യങ്ങൾ അവർ പിന്നത്തേതിൽ എന്നെ വിശ്വസിച്ചേൽപ്പിക്കാൻ തുടങ്ങി. ഇതൊക്കെയായിരുന്നു എൻ്റെ മെയിൻ അവിടുത്തെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ആദ്യത്തെ ദിവസം 300 രൂപ ശമ്പളം കിട്ടിയപ്പോൾ ഞാൻ ദൈവത്തിന് ഒത്തിരി സ്തോത്രം പറഞ്ഞു. കാരണം എൻ്റെ വാടക എന്ന് പറയുന്നത് ഞങ്ങൾ അന്ന് താമസിക്കുന്നത് 500 രൂപ വാടക കൊടുക്കുന്ന ഒരു വീട്ടിൽ. അപ്പം 125 രൂപ വേണം ഞാൻ കൊടുക്കാനായിട്ട്. ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് ജീവിക്കാനുള്ളതുണ്ട്, നാട്ടിലോട്ടൊന്നും അയക്കേണ്ട കാര്യം അന്ന് എനിക്ക് പറ്റത്തില്ല. അങ്ങനെ ഒരു ചിന്തയും എൻ്റെ മനസ്സിലില്ല. ഇപ്പം പഠിക്കാനാണല്ലോ വന്നത്. ഞാൻ 125 രൂപ വാടകയും കൊടുത്ത് പിന്നെ ദശാംശത്തെ കുറിച്ചൊക്കെ ഞാൻ അന്നേരത്തേക്ക് കേട്ടു, മനസ്സിലാക്കി. ദശാംശം കൊടുത്തൊക്കെ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് അതുകൊണ്ട് മാനേജ് ചെയ്ത് ജീവിക്കാൻ പറ്റും. ഞാൻ വളരെ സന്തോഷവതിയായി ഞാൻ അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ ഒരു ദിവസം വചനം വായിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 16-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. അപ്പോൾ എനിക്ക് മനസ്സിലായോ, ഞാൻ സ്നാനപ്പെട്ടിട്ടില്ല എങ്കിൽ, ഞാൻ വിശ്വസിച്ച് സ്നാനപ്പെട്ടില്ല എങ്കിൽ ഞാൻ ശിക്ഷാവിധിയിൽ അകപ്പെടുമല്ലോ എന്നുള്ള വാക്യം അത്ര മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ. അധികമായിട്ടൊന്നും എനിക്ക് അറിയത്തില്ല. ചില കൺവെൻഷനുകൾക്കൊക്കെ പോയി. ഒരു കൺവെൻഷന് പോയ സമയത്ത് പിന്നെ അവിടെ ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിക്കുകയാണ്, സ്തോത്രം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല, മക്കളായി തീരണമെങ്കിൽ എന്തായി തീരണമെന്ന്. അപ്പൊ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ മറുതലിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ബന്ധുക്കോസിലായിട്ടില്ലെങ്കിൽ ബാക്കി എല്ലാവരും നായ്ക്കുട്ടികളാണോ, മക്കളായി തീരത്തില്ലേ എന്നൊക്കെ മനസ്സിൽ മറുതലിക്കുന്നുണ്ടെങ്കിലും അവസാനം മോട്ടോർ കോൾ കൊടുത്ത സമയത്ത് ഞാൻ അറിയാതെ ഞാൻ മുമ്പിൽ ചെന്നു, എൻ്റെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു, തിരികെ വന്നു, വീട്ടിൽ വന്നു. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ വചനം വായിച്ചു കൊണ്ടിരുന്നപ്പോൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. ആ വചനം വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് സ്നാനപ്പെടണമെന്നുള്ളത് മനസ്സിലായി. ഞാനൊരു ദിവസം ചെന്നേച്ച് വർഗീസങ്ങളുടെ ഓഫീസിൽ ചെന്നേച്ച് ഇങ്ങനെ പറഞ്ഞു, അങ്ങളെ എനിക്ക് സ്നാനപ്പെടണം. അന്നേരം എന്നോട് ചോദിച്ചു, അൽസമ്മയ്ക്ക് എന്തോ അറിയാം സ്നാനം എന്ന് പറഞ്ഞാൽ? ഞാൻ പറഞ്ഞു, എനിക്കിത് മാത്രം അറിയാം, ഈ വാക്യം അറിയാം, അതിനപ്പുറം എനിക്കൊന്നും അറിയത്തില്ല. അന്നത്തെ എൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ കേൾക്കുന്ന വചനത്തെ അതുപോലെ വിശ്വസിക്കുന്ന, അതുപോലെ അനുസരിക്കുന്ന ഒരു രീതിയായിരുന്നു ആ കാലഘട്ടം. നമ്മുടെ ആദ്യ സ്നേഹം എന്നൊക്കെ പറയുന്നത് പോലെ ഞാൻ എന്തു പറഞ്ഞാലും, കർത്താവിൻ്റെ വചനത്തിൽ എന്തു പറഞ്ഞാലും അത് അതുപോലെ അനുസരിക്കുന്ന ഒരു രീതിയായിരുന്നു എൻ്റെ ആ കാലഘട്ടത്തിലെ രീതി. അപ്പം ഞാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് ഇത്ര മാത്രമേ അറിയത്തുള്ളൂ. അന്നേരം അദ്ദേഹം പറഞ്ഞു, സാരമില്ല, നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുള്ള ഡേറ്റ് ഒക്കെ തീരുമാനിക്കാം എന്നോട് പറഞ്ഞു. ഞാനന്ന് വീട്ടിൽ തിരികെ ചെന്ന സമയത്ത് ഇവരുടെ ആങ്ങളെ ഓൾറെഡി നാട്ടിലോട്ട് പോയിരുന്നു. ഈ 2 ചേട്ടത്തി അനിയത്തിമാർ ഇവരുടെ കൂടെയുണ്ട്. ഞങ്ങൾ 3 പേരാണ് താമസിക്കുന്നത്. ഇവരോട് ഞാൻ പറഞ്ഞു, ഞാൻ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അന്നേരം എന്നോട് ചോദിച്ചു, ഈ വത്സമം എന്തോ വിചാരിച്ചോണ്ടാ കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ വന്ന് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഞങ്ങളെ കൂടെ വെച്ചേക്കത്തില്ല, എന്തോ തീരുമാനിച്ചോണ്ടാ? അപ്പോൾ സിസ്റ്റർ, എന്താണെന്ന് അറിയത്തില്ല, എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വചനം മുഴുവൻ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തു. അന്ന് എന്ത് പറഞ്ഞു എന്നറിയത്തില്ല. ഇവരും രക്ഷിക്കപ്പെട്ടു, ഇവരും സ്നാനപ്പെടാൻ തീരുമാനിച്ചു. ആ രാത്രി തന്നെ ഇവർ സ്നാനപ്പെടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരും ഓൾറെഡി ചർച്ചിലും മീറ്റിങ്ങിനും പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരുടെ സ്നാനം 1987 ഡിസംബർ 5-ാം തീയതി, അതിനു മുൻപ് സ്നാനത്തിന് ക്ലാസ് എടുത്തു. പിന്നെ അങ്ങനെ ഞങ്ങളുടെ സ്നാനം ഡൽഹിയിൽ വെച്ച് നടക്കുവാനായിട്ടിടയായി. ഈ സ്നാനമൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ 300 രൂപയിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവരെ ആങ്ങളെ അങ്ങ് നാട്ടിൽ പോയല്ലോ. ഇവരൊരു തീരുമാനമെടുത്തു, അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന റൂമൊന്ന് മാറണം, ഇച്ചിരൂടെ ഒരു വലിയ റൂമിലോട്ട് മാറണമെന്ന്. ഇവർ പോയി എടുത്ത റൂം എന്ന് പറയുന്നത് 750 രൂപയുടെ റൂമാണ്. 3 പേരത് 750 രൂപ എന്ന് പറയുമ്പോൾ ഞാൻ ഈ കണക്ക് പറയുന്നത് ദൈവം വിശ്വസ്തനാണെന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞു കൊണ്ടുവരുന്നത്. അപ്പം
750 രൂപയുടെ റൂം ഇവരെടുത്തു കഴിഞ്ഞപ്പോൾ 250 രൂപ ഞാൻ വാടക കൊടുക്കണം. എൻ്റെ ശമ്പളം എന്ന് പറയുന്നത് 300, 250 വാടകയും 30 ദശാംശവും കൊടുത്തു കഴിയുമ്പോൾ പിന്നെ എനിക്ക് ആഹാരത്തിനുള്ള നിവൃത്തി അതിനകത്തില്ല. അപ്പൊ ഞാൻ ഈ ശമ്പളം മേടിച്ചു, ഇവര് റൂം മാറി, എനിക്ക് മാറണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ഞാൻ അവരുടെ കൂടെ ഷെയർഡായിട്ട് താമസിക്കുകയാണ്. പിന്നെ ബാക്കി എല്ലാത്തിനും നമ്മൾ കൂട്ടത്തിൽ കൊടുക്കുകയും വേണം. ഞാനിങ്ങനെ പോകുന്ന വഴിക്കും വരുന്ന വഴിക്കൊക്കെ ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്ന, കർത്താവ് ഞാൻ എന്തോ ചെയ്യും, അടുത്ത മാസം ഞാൻ എങ്ങനെ ഇത് ഒന്ന് മാനേജ് ചെയ്യും എന്നിങ്ങനെ ഞാൻ ചോദിച്ചുകൊണ്ടിരുന്നതിനിടയിൽ സെക്കൻഡ് പ്രൈസ് ലോർഡ്. ആമേൻ. സ്തോത്രം. ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നതിനിടയിൽ ആ ഞായറാഴ്ച ഞാനൊരു പ്രസംഗം കേൾക്കുകയാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ. 2 വചനമെടുത്തായിരുന്നു അന്ന് സംസാരിച്ചത്. വർഗീസ്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ് നിങ്ങളുടെ മടിയിൽ മടക്കിത്തരും. അടുത്ത വചനം, പ്രാർത്ഥിക്കുമ്പോൾ ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും. ഞാൻ ആ വചനം അങ്ങ് ഏറ്റെടുത്തു. ഞാൻ ആ മാസത്തെ ശമ്പളം 300 രൂപ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ എന്ത് വിശ്വസിച്ചു? ഞാൻ കണക്ക് കൂട്ടിയപ്പോൾ എനിക്ക് എല്ലാം കൂടെ ഒരു 500 രൂപയുണ്ടെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റും. ഞാൻ വിശ്വാസത്തോടെ 300 രൂപ കിട്ടിയപ്പോൾ 50 രൂപ എടുത്ത് ദശാംശം കൊടുത്തിട്ട് 250 രൂപയുമായിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോന്നു. നാളെ എന്തായിത്തീരും, ആഹാരം എങ്ങനെ കഴിക്കും, ഇതൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അതെൻ്റെ ഒരു വിഷയമല്ലായിരുന്നു. ഞാൻ ദൈവത്തിൽ അങ്ങ് വിശ്വസിച്ചു, വിശ്വാസത്തിൻ്റെ അനുസരണം കാണിച്ചു. ഞാനങ്ങനെ വീട്ടിലോട്ട് വന്നു. വീട്ടിൽ വന്ന് സമാധാനമായിട്ട് കിടന്നുറങ്ങി. യാതൊരു ആകുലമോ യാതൊരു വ്യാകുലമോ ഒന്നുമില്ല. അന്നേരത്തേക്ക് നാട്ടിലെല്ലാം അറിഞ്ഞു ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒരു ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ആകെ പ്രശ്നമായി. പിന്നെ വഴക്ക് പറയാൻ തുടങ്ങി. എങ്ങനെങ്കിലും അടുത്തൊരു ജോലി കണ്ടുപിടിക്കാൻ. അവർ സ്നാനപ്പെട്ടത് അറിഞ്ഞിട്ടില്ല, നീ അവിടെ നിന്നാൽ നീ സ്നാനപ്പെട്ടു പോകും, നീ പിന്നെ അങ്ങനെ ആയിത്തീരും ഇങ്ങനെ ആയിത്തീരും എന്നൊക്കെ ഒത്തിരി ചിന്ത വീട്ടുകാരെ ഭരിച്ചു. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, വചനത്തിന്റെ സത്യങ്ങൾ അവർക്ക് അറിയത്തില്ലല്ലോ. അങ്ങനെ സ്തോത്രം. അവിടെ വെച്ച് ഞാൻ ഏതായാലും സമാധാനത്തോടെ കിടന്നുറങ്ങി. 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവിടുത്തെ അക്കൗണ്ടന്റ് ഈ ജോസ്റ്റാൻ തന്നെയാണ്. അദ്ദേഹം വന്നിട്ട് ഒരു 200 രൂപ കൂടെ എൻ്റെ കയ്യിലോട്ട് കൊണ്ടുവച്ചത്. ഈ മാസം ശമ്പളം കൂട്ടാനായിട്ട് ഓഫീസ് തീരുമാനിച്ചു. ഞാൻ ആരോടും പറഞ്ഞില്ല, എൻ്റെ അവസ്ഥ പറഞ്ഞില്ല, അക്കോമഡേഷൻ മാറിയത് പറഞ്ഞില്ല, ഒരു കാര്യവും പറഞ്ഞില്ല. ദൈവത്തോട് മാത്രം ഞാൻ ഒരു കാര്യം ഇന്നും അന്നും വിശ്വസിക്കുന്നു. കർത്താവിനെ കണ്ണടച്ച് വിശ്വസിക്കാൻ നമ്മൾ മനസ്സ് വെച്ചാൽ കർത്താവ് തൻ്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുന്ന ദൈവമാണ്. വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ താൻ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് എനിക്ക് ഒന്നുകൂടെ ദൈവം എന്നെ ഉറപ്പിച്ചു. അങ്ങനെ ഞാൻ അവിടെ സ്തോത്രം ഞാൻ സന്തോഷമായിട്ട് ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങി. പിന്നത്തേതിൽ എഴുത്തുകൾ എഴുതാൻ തുടങ്ങി. അങ്ങനെ സന്തോഷമായി ജോലി ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് പിന്നെ നഴ്സിങ്ങിന് കിട്ടണമെന്നുള്ള താല്പര്യമൊക്കെ അങ്ങ് കുറഞ്ഞു. കാരണം കർത്താവിൻ്റെ വേലയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ ഇനി എങ്ങോട്ടും മാറണമെന്നൊന്നുമുള്ള ചിന്തയില്ല. വീട്ടിലെ ബുദ്ധിമുട്ടുകൾ എനിക്ക് എന്താ പറയുക, നാട്ടിലെ ബുദ്ധിമുട്ടുകളൊന്നും എനിക്കൊരു വിഷയമല്ലാതായി തീർന്നു. എന്നാൽ നാട്ടില് എന്താ പറയുന്ന ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്നാണ് ഞാൻ പോയിരിക്കുന്നത്. നല്ല ഉത്തരവാദിത്വങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. വീട്ടിലെ മൂത്ത കുട്ടിയാണ് ഞാൻ. അപ്പോൾ ഇളയവരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും എനിക്കൊരു ഭാരമല്ലാതായി തീർന്നു. 87 ഡിസംബർ 5-ാം തീയതിയാണ് ഞാൻ സ്നാനപ്പെടുന്നത്. 88 മാർച്ച് മാസം 11-ാം തീയതി കർത്താവ് തൻ്റെ ആത്മാവിനാൽ എന്നെ നിറച്ചു. ഞാൻ അന്യഭാഷയുടെ അടയാളത്തോടെ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ ഞാൻ അഭിഷേകത്തോടെ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് തുടങ്ങി. എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് അവിടെ ആ ദേശത്തുള്ള ഒരു ഉപദേശിയും കുടുംബവും ഞങ്ങളുടെ വീട്ടിൽ വന്ന് പലപ്പോഴും ഒക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അല്ലാതെ ഞങ്ങളുടെ കുടുംബത്തിൽ ആരും, അപ്പൻ്റെയോ അമ്മയുടെയോ കുടുംബത്തിലൊരു ബന്ധക്കോസുകാരില്ല. അപ്പൊ ഈ ഉപദേശി വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാനും എൻ്റെ കസിൻസും എല്ലാം കൂടെ പുറത്തു പോയിരുന്ന് പാറപ്പുറത്ത് പോയിരുന്ന് കൈയടിക്കുകയും ബഹളം വെക്കുകയും ഇവരെ കളിയാക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാരണം നമുക്കിതിൻ്റെ അർത്ഥവും വിലയും ഒന്നും അറിയത്തില്ലല്ലോ. അതുകൊണ്ട്
ചെറുപ്പത്തിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അങ്ങനത്തെ ഒരു വ്യക്തിയെ കർത്താവ് തിരിച്ച് ഇതിനകത്ത് കൊണ്ടുവന്ന് കർത്താവിന്റെ സ്വന്തമാക്കി തീർത്തു. വചനം പറയുന്നു, ഞാൻ അവളെ മരുഭൂമിയിൽ വശീകരിച്ചു കൊണ്ടുപോയി ഹൃദ്യമായിട്ട് സംസാരിക്കും. ഒരു മരുഭൂമിയുടെ അനുഭവം കർത്താവിന്റെ ജീവിതത്തിൽ തന്നപ്പോൾ അവിടെ കൊണ്ടുചെന്ന് കർത്താവ് തന്റെ വചനത്തിലൂടെയും എന്റെ സാഹചര്യങ്ങളിലൂടെയും ഒക്കെ എന്നോട് ഹൃദ്യമായിട്ട് സംസാരിച്ച് ദൈവത്തിന്റെ സ്നേഹം എനിക്ക് വെളിപ്പെടുത്തി തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നേഴ്സിംഗിന് അഡ്മിഷൻ ഒക്കെ പേപ്പറുകൾ സബ്മിറ്റ് ചെയ്യുന്ന സമയമായപ്പോഴത്തേക്ക് ഞാൻ പല ഹോസ്പിറ്റലുകളിൽ അഡ്മിറ്റ് ചെയ്തു. അന്നേരത്തേക്ക് എനിക്ക് കുറച്ച് പരിചയക്കാരൊക്കെ ആയി. പലരും പലയിടത്തും അഡ്മിഷൻ മേടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ഒരൊറ്റ മനുഷ്യനിൽ പോലും ഇപ്രാവശ്യം ആശ്രയിച്ചില്ല. ഞാനങ്ങനെ ആദ്യം മനുഷ്യനിൽ ആശ്രയിച്ചു, രണ്ടാമത് പണത്തിൽ ആശ്രയിച്ചു. ഇപ്പോൾ എനിക്ക് ആശ്രയിക്കാൻ ദൈവം മാത്രമേ ഉള്ളൂ എന്നും ദൈവത്തിൽ ആശ്രയിച്ചാൽ കാര്യങ്ങൾ നടക്കുമെന്നും എനിക്ക് ഉറപ്പായതുകൊണ്ട് ആരെയും ഒന്നിനും ഡിപ്പെൻഡ് ചെയ്യാതെ പലയിടങ്ങളിൽ അപ്ലൈ ചെയ്തു. ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ഞാൻ ആ ലാസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് കൊണ്ട് അപ്ലൈ ചെയ്തു. അവിടുത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയും പിന്നെ ഒരു ലെറ്ററും കൂടെ അയക്കുമ്പോഴാണ് അവർ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് അയച്ചു തരുന്നത്. പക്ഷെ ഞാൻ പൈസ അയച്ചില്ല, ആപ്ലിക്കേഷൻ ഫോം മാത്രം, ഒരു ലെറ്റർ മാത്രം അയച്ചു. അവിടുന്ന് എനിക്ക് ആപ്ലിക്കേഷൻ ഫോം അയച്ചെന്ന് വെച്ച് എന്നോട് പറഞ്ഞു, റിട്ടേൺ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ നീ അതിൻ്റെ പൈസ കൂടെ അയക്കണം. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ ഫോം അയച്ചു. എനിക്ക് ആദ്യത്തെ റിട്ടേൺ ടെസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് ലെറ്റർ വന്നപ്പോൾ എനിക്ക് പോകണ്ട, കാരണം അതിനകത്തെ ഫീസും റിക്വയർമെൻറ്റും ഒക്കെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് പോകുവാൻ ഒട്ടും താല്പര്യമില്ല. കാരണം എനിക്കറിയാം എൻ്റെ കയ്യിൽ മിച്ചമൊന്നുമില്ല, കാര്യങ്ങൾ നടന്നു പോകുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് ഇതിനകത്ത് പോയി പഠിക്കുമെന്നുള്ളത് എനിക്ക് അറിയത്തില്ല. നാട്ടിൽ വിളിച്ച് വീട്ടുകാരോട് പറഞ്ഞ് എനിക്ക് പൈസ മേടിക്കുവാനുള്ള പിന്നെ മനസ്സില്ല. ഞാൻ ഓൾറെഡി സ്നാനപ്പെട്ടെന്ന് വീട്ടിലറിഞ്ഞു. എല്ലാവരും പ്രതികൂലമായി, എല്ലാ വിധത്തിലും തടസ്സങ്ങളായി. അങ്ങനെ ഞാൻ ഇനിയും മുൻപോട്ട് പോകുമ്പോൾ ഞാൻ എന്തു ചെയ്യും എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല. അപ്പം ഓഫീസിലുള്ള എല്ലാവരും പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, ജസ്റ്റ് പോയി ഒരു ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുക, എങ്ങനെയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കിട്ടുമ്പോൾ പോയാൽ മതി, എങ്ങനെയാണെന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം ഒന്ന് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഈ ജോസ് എന്ന് പറയുന്ന ജോസാൻ്റെ വൈഫ് ലിസിയമ്മ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോകുന്ന വഴിക്ക് ഞങ്ങൾ പറഞ്ഞുകൊണ്ട് എത്രയും ഡിലേ ചെയ്യാമോ അത്രയും ഡിലേ ചെയ്താൽ ഞങ്ങൾ പോകുന്നത്. കാരണം രണ്ടുപേരും പറയുന്നത് നമുക്ക് അവിടെ കിട്ടണ്ട, നമുക്കത് പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ഞങ്ങൾ ഏകദേശം 1/4 മണിക്കൂറോളം ലേറ്റായി അവിടെ ചെന്നപ്പോൾ ഹോസ്പിറ്റലിന്റെ ഈ നഴ്സിംഗ് സ്കൂളിന്റെ വാതിൽക്കൽ ചെന്നപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ ഇവിടെ നിൽപ്പുണ്ട്. പ്രിൻസിപ്പള് സിസ്റ്റർ ഇന്നസെൻഷ്യ എന്നോട് ചോദിച്ചു, വത്സമ്മയാണോ? ഞാൻ പറഞ്ഞു ആന്ന്. ഇന്റർവ്യൂവിന് വന്നതല്ലേ? ഞാൻ പറഞ്ഞു ആണ്. എന്നാൽ പെട്ടെന്ന് വാ, എല്ലാവരും ടെസ്റ്റ് എഴുതി തുടങ്ങിയല്ലോ, താമസിച്ചു പോയല്ലോ താനെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പെട്ടെന്ന് അകത്ത് കയറ്റി. ചോദ്യങ്ങൾക്കെല്ലാം എനിക്ക് ഉത്തരം അറിയാവുന്നതായിരുന്നു. മാത്രവുമല്ല ഒരു എസ്സേ എഴുതണമായിരുന്നു, അതും ഇംഗ്ലീഷിൽ എഴുതണമായിരുന്നു. പ്രയർ ഈസ് ഇമ്പോർട്ടൻറ്റ് ഇൻ എനി പേഴ്സൺസ് ലൈഫ്, എക്സ്പ്ലെയിൻ വൈ എന്ന് പറഞ്ഞുകൊണ്ട് അതായിരുന്നു ചോദിച്ച ഒരു എസ്സേ. വേറെ ഒന്നും തന്നെ ഇവർ ചോദിച്ചില്ല. അപ്പൊ നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഉത്തരം കിട്ടിയിരിക്കുന്നത് കൊണ്ട് ഞാൻ സാക്ഷ്യത്തോടെ എസ്സേ ഒക്കെ എഴുതി. ഞാൻ ഓർത്തും ഞാനിതായാലും കത്തോലിക്കന്ന് പെന്തക്കോസി പോയെന്ന് ഇവർക്ക് ഇപ്പം മനസ്സിലാവും, എന്നെ ഇവിടെ എടുക്കത്തില്ല ഏതായാലും, അതുകൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്ന് കരുതി ഞാൻ എൻ്റെ സാക്ഷ്യമൊക്കെ എഴുതി എസ്സേ എഴുതി കൊടുത്തു. ഉച്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ ആദ്യത്തെ ഇൻ്റർവ്യൂ ടെസ്റ്റ്, രാവിലെ ടെസ്റ്റ്, ഉച്ച കഴിഞ്ഞ ഇൻ്റർവ്യൂ, രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ഇൻ്റർവ്യൂ. അപ്പം ഉച്ച കഴിഞ്ഞത്തെ ഇൻ്റർവ്യൂവിന് എൻ്റെ പേരുണ്ട്. എൻ്റെ ലാസ്റ്റ് പേരാണ്, പേര് തുടങ്ങുന്നത് വി കൊണ്ടും പിന്നെ ആപ്ലിക്കേഷൻ അയച്ചത് ലാസ്റ്റും ഒക്കെ ആയതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് ഇൻ്റർവ്യൂ. ആദ്യത്തെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങുന്നവരൊക്കെ പറയുന്നുണ്ട്, സുവോളജി ചോദിച്ചു, ബോട്ടണി ചോദിച്ചു, അത് ചോദിച്ചു, ഇത് ചോദിച്ചു, എനിക്ക് പകുതി അറിയത്തില്ലായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഓർത്ത് ഏതായാലും ഇതൊന്നും ചോദിച്ചാൽ ഞാൻ മറുപടി പറയാൻ പോകുന്നില്ല, എനിക്കൊന്നും അറിയത്തില്ല. അങ്ങനെ ഞാൻ ഈ ഓഫീസിനകത്തോട്ട് കയറിയപ്പോൾ അന്നത്തെ പിന്നെ ഈ പ്രിൻസിപ്പൽ ട്യൂട്ടറും അവിടുത്തെ അന്നത്തെ മറ്റൊരു ട്യൂട്ടറും കൂടെയാണ് ഇന്റർവ്യൂവിന് വേണ്ടി ആദ്യം ഇരിക്കുന്നത്. കയറി ചെന്നപ്പോൾ ഈ സിസ്റ്റർ എന്നോട് മലയാളത്തിൽ ചോദിച്ചു, സിസ്റ്റർ ഇന്നസെൻഷ്യ ഒരു മലയാളിയായിരുന്നു, മലയാളത്തിൽ ചോദിച്ചു, വത്സമ എന്നാ കാഞ്ഞിരപ്പള്ളിയിലൊന്നും അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ട് വന്നത്, അവിടെ 26 ഹോസ്പിറ്റലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഒരു വർഷമായിട്ട് ഇവിടെ ഉണ്ട്, ഇനിയിപ്പോൾ ഇവിടെ തന്നെ അങ്ങോട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒരു സാധാ വർത്തമാനം പറഞ്ഞ് എന്നെ തിരികെ വിട്ടു. എന്നോട് ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. അന്നേരം ഞാൻ ഓർത്തു ഇവർക്ക് എനിക്ക് തരാനുള്ള മനസ്സില്ല, അതുകൊണ്ടായിരിക്കാം, നാളെ വന്ന് പേരുണ്ടോ എന്ന് നോക്കാൻ മാത്രം പറഞ്ഞു. പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ തന്നെ ഇന്റർവ്യൂവിന് വന്നു. വളരെ സാമട്ടില്ല വരുന്നത്, കാരണം എനിക്ക് കിട്ടണ്ട, അവിടെ കിട്ടിയാലും എനിക്ക് പോകാനൊട്ട് താല്പര്യവുമില്ല. അതുകൊണ്ട് ഞാൻ അവിടെ രണ്ടാമത്തെ ദിവസവും വന്നു. ചെന്നപ്പോൾ എൻ്റെ പേരുണ്ട്. ഇന്റർവ്യൂ ബോർഡ്, ഡൽഹി ബോർഡും
ഹോസ്പിറ്റലിൻ്റെ ഡയറക്ടറും മെഡിക്കൽ ഡയറക്ടറും അങ്ങനെ ഒരു 10-11 പേരിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ പാനലാണ്. അതിനകത്തേക്കാണ് ഞാൻ അവരുടെ അടുക്കലേക്കാണ് ഞാൻ കയറി ചെല്ലുമ്പോഴേ ഞാൻ ഡോറ് മുട്ടി കയറി ചെന്നു. ഞാൻ കഥ കടയ്ക്കാൻ മറന്നുപോയി. അവരെന്നെ തിരിച്ചു വിട്ടു കഥ കടയ്ക്കാനായിട്ട്. അപ്പം ഞാൻ ഓർത്ത് ഞാൻ ഏതായാലും പോയി. അപ്പോൾ കഥ കടച്ചു തിരിച്ചു വന്ന് അവരെന്നോട് ഇരിക്കാൻ പറഞ്ഞു. ഞാൻ ഇരുന്ന് കഴിഞ്ഞപ്പം ഈ സിസ്റ്റർ ഇന്നസെൻഷ്യ പറയുകയാണ്, ഈ മോളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദിസ് പേഴ്സൺ. മലയാളത്തിലല്ല, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് ദിസ് പേഴ്സൺ. അപ്പൊ എനിക്കറിയത്തില്ല ഇവരെന്താ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഉടനെ ഞാൻ പിന്നെയും ഓർത്തു ഇവളെ എടുക്കണ്ടെന്ന് പറയാനായിരിക്കാം. ഉടനെ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ശ്രീധരൻ എന്നാണ് പേര്. അദ്ദേഹം എന്നോട് ചോദിച്ച ഒരൊറ്റ ചോദ്യം, എ പേഴ്സൺ ഹൂ ഇസ് ഡെഫ് വിൽ ബി ഡംബ് ഓൾസോ വൈ? അപ്പൊ ഞാൻ പെട്ടെന്ന് ഇന്റർവ്യൂ ആണെന്ന് മറന്നുപോയി. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ്ലി ഇഫ് ഹി കനോട്ട് ഹിയർ ഹി കനോട്ട് ടോക്ക്, ദെൻ യു ക്യാൻ ഗോ എന്ന് പറഞ്ഞു. ഞാനൊരു മനുഷ്യൻ എന്നോട് ചോദ്യം ഒന്നും ചോദിച്ചില്ലല്ലോ. ഇനി ഡെഫും ഡംപും തമ്മിൽ തിരിഞ്ഞു പോയോ, പറഞ്ഞത് തെറ്റിപ്പോയോ, ഏതായാലും കിട്ടിയില്ല സാരമില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ ഇന്റർവ്യൂ കൂളായിട്ട് അറ്റൻഡ് ചെയ്ത് തിരികെ പോന്നു. നാളെ വന്ന് പേരുണ്ടെന്ന് നോക്കാൻ പറഞ്ഞപ്പോൾ പിറ്റേ ദിവസവും ഞങ്ങൾ ചെന്നപ്പോൾ എൻ്റെ പേര് സെലക്ഷൻ ആയെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഞാൻ പോകണോ വേണ്ടയോ? പോകാൻ പറ്റത്തില്ല, ഒരു വിധത്തിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല. കാരണം അഡ്മിഷനിൽ തന്നെ 2000 രൂപയോളം അടയ്ക്കണം. എനിക്ക് ചോദിക്കാൻ ആരുമില്ല. കൊണ്ടുവന്ന പൈസ മുഴുവൻ തീരുകയും ചെയ്തു. ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ഞാൻ പോകണ്ടെന്നൊക്കെ കരുതിയിരിക്കുമ്പോൾ വർഗീസ് അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പിന്നെ എല്ലാ മാസവും 350 രൂപ ഫീസും കൊടുക്കണം. അപ്പോൾ വർഗീസ് അങ്കിൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ഇത്രയും നാൾ ഇവിടെ ജോലി ചെയ്തല്ലേ, ഞങ്ങൾ ഓഫീസിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാം വത്സമേ, 3 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ, ഞങ്ങളത് സപ്പോർട്ട് ചെയ്യാം, അതുകൊണ്ട് പിന്നെ വത്സമ നേഴ്സിങ്ങിന് ജോയിൻ ചെയ്യാനായിട്ട് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിലോട്ട് ഒരു എഴുത്തൊക്കെ എഴുതിയിട്ട് ഞാൻ പോയി നേഴ്സിങ്ങിന് ജോയിൻ ചെയ്തു. എനിക്ക് പലയിടങ്ങളിലായിരുന്നു 2000 രൂപ അടയ്ക്കാനുള്ളതൊക്കെ കർത്താവ് എൻ്റെ കയ്യിൽ ഒരുക്കി തന്നു. എനിക്ക് ഹോസ്റ്റലിൽ പോയി താമസിക്കാനുള്ള സാധനങ്ങളെല്ലാം പലരായിട്ട് കൊണ്ടു തന്നു. എന്താ പറയുന്നത്, ദൈവം തന്റെ ഭക്തന്മാർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു തന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല എന്ന് നാം വായിക്കുന്നത് പോലെ ഒരിക്കലും ഞാൻ വിചാരിക്കാത്ത തരത്തിൽ അവിടെ വളരെ ധനികരായവരുടെ മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ്. അവരെക്കാളൊക്കെ ഭംഗിയായിട്ട് എല്ലാ കാര്യവുമായിട്ട് അവിടേക്ക് ഞാൻ ഒരു മാസത്തെ ബ്രിഡ്ജ് കോഴ്സ് ഉണ്ട്. പിറ്റേ മാസം തൊട്ട് നമുക്ക് ഫീസ് കൊടുത്താൽ മതി. ആദ്യത്തെ ബ്രിഡ്ജ് കോഴ്സിന് അത് ഹിന്ദിയും ഇംഗ്ലീഷും പഠിപ്പിക്കുന്ന ഒരു മാസമാണ്. അതിനുവേണ്ടി ഞാൻ പോയി ഹോസ്റ്റലിൽ പോയി ജോയിൻ ചെയ്തു. എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ജോയിൻ ചെയ്തു. ഒരു മാസം കഴിയാറായപ്പോഴത്തേക്ക് ഫീസ് കൊടുക്കുന്ന സമയമായി. എല്ലാവരും പറഞ്ഞു ഫീസ് കൊടുക്കാൻ സമയമായി, ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്ന് പറഞ്ഞപ്പം ഞാനും ഓടിക്കൊണ്ട് പോയിട്ട് അന്ന് എൻ്റെ കയ്യിൽ കൊടുക്കാൻ പൈസയുണ്ട്. 2000 രൂപ കൊടുത്തു, ഓൾറെഡി അഡ്മിഷൻ്റെ കൊടുത്തു. പിന്നെ 350 രൂപ കൊടുക്കണം. ഞാൻ അത് കൊണ്ടുപോയിട്ട് 350 രൂപ അടച്ചിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഈ സിസ്റ്ററിനെ ഞാൻ വഴി വെച്ച് കണ്ടിട്ട് എന്നോട് ചോദിച്ചു, വത്സമ ഫീസ് അടച്ചോ? ഞാൻ പറഞ്ഞു ഞാൻ അടച്ചു. അന്നേരം പറഞ്ഞു വീരേന്ദ്രനെ ഒന്ന് പോയി കാണുക കേട്ടോ എന്ന് പറഞ്ഞു. വീരേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നഴ്സിംഗ് ഓഫീസിലെ സെക്രട്ടറിയാണ്. ഞാൻ ഓർത്തി ഞാനിപ്പോൾ എന്തോ ചെയ്തു, എന്തെങ്കിലും തെറ്റിപ്പോയെന്ന് കരുതി തിരിച്ച് വീരേന്ദ്രനെ ഞാൻ ഓഫീസിൽ പോയി കണ്ടപ്പോൾ എന്നോട് പറയാണ്, വത്സമ്മ യു ഡോണ്ട് ഹാവ് ടു പേ ദ ഫീസ്, the hospital has decided to give you scholarship. ദൈവത്തിന് ഞാൻ സകല മഹത്വം കൊടുക്കുക. കാരണം അതിനോടകം നാട്ടിൽ നിന്ന് എൻ്റെ അമ്മയുടെ ലെറ്റർ വന്നു, നീ എന്തോ വിചാരിച്ചോണ്ടാ പോയി ജോയിൻ ചെയ്തത്, സുവിശേഷ വേലക്കാരെ വിശ്വസിച്ച് പോയി കഴിഞ്ഞാൽ അവർക്ക് ഉണ്ടേലുണ്ട് ഇല്ലേലില്ല, അവരാരെങ്കിലും കൊടുക്കുന്നത് മേടിച്ച് ജീവിക്കുന്നവരാ. അതുകൊണ്ട് പക്ഷെ ഞാൻ ആ ഹോസ്റ്റലിൽ കാല് കുത്തി അന്ന് ദൈവസന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു പാട്ടുണ്ടല്ലോ, മനുഷ്യനിൽ ആശ്രയം ഒരിക്കലും വെക്കുവാൻ ഇടവരുത്തരുതേ എന്നെ ആശ്രിത വത്സല എന്നുള്ള പാട്ട് പാടി ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു, കർത്താവേ ഒരു മനുഷ്യനിലും ആശ്രയിക്കാതെ ഇവിടെ നിന്നൊന്ന് പഠിച്ചിറങ്ങാൻ നീ എനിക്ക് കൃപ തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ പിന്നെ 350 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞത് ആ പൈസ ഇനി മുതൽ മുമ്പോട്ടുള്ള മാസങ്ങളിൽ നീ പൈസ കൊടുക്കണ്ട, പൈസ കൊടുക്കാതെ നിനക്ക് ഇവിടെ പഠിക്കാമെന്നുള്ള നിലവാരത്തിലേക്ക് വന്ന് ഞാൻ പെട്ടെന്ന് അന്നൊരു പിന്നെ പബ്ലിക് ഫോണിൽ നിന്ന് ഫോൺ വിളിച്ചേച്ച് ഓഫീസിലോട്ട് വിളിച്ചേച്ച് പറഞ്ഞു, ഇതുപോലെ ഇനി എനിക്ക് പൈസ തരണ്ട, എനിക്ക് ഇവിടെ നിന്ന് സ്കോളർഷിപ്പ് കിട്ടിക്കോളും, 3 വർഷം ഇവിടെ മാന്യമായിട്ട് നടക്കുവാൻ കർത്താവ് എനിക്ക് വഴി തുറക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അതിനോടകം തന്നെ ഞാൻ ഡൽഹി
ഡൽഹിയിലായിരുന്ന സമയത്ത് എൻ്റെ ആങ്ങളുടെ പ്രത്യേകത, എൻ്റെ ആങ്ങളയ്ക്ക് ചെവി കേൾക്കത്തില്ല, സംസാരിക്കത്തുമില്ല. അപ്പൊ എൻ്റെ വീട്ടിലെ ഏക ആശ്രയം പ്രധാനമായിട്ടും ഒരു സാമ്പത്തികമായിട്ട് നോക്കുന്നത് എന്നിലേക്കാണ്. അപ്പൊ എൻ്റെ ആങ്ങളെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു ജോലിക്ക് കൊണ്ടുവരണമെന്ന് കരുതി അതിനോടൊക്കെ ഞാൻ ലുധിയാനയിൽ കൊണ്ടുവന്ന് അവനെ പിന്നെ ഒരു IT അവരുടേതായ രീതിയിലുള്ള ഒരു IT ഫീൽഡിൽ കൊണ്ടുപോയിട്ട് അവന് ജോയിൻ ചെയ്ത് അഡ്മിഷനൊക്കെ മേടിച്ചു കൊടുത്തു. ആങ്ങളെ പഞ്ചാബിലായി, ഞാൻ ഇവിടെയായി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫീസ് കൊടുക്കാതെ ഞാൻ പഠനമൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നു, സന്തോഷത്തോടെ പോകുന്നു. പിറ്റേ വർഷമായപ്പോഴത്തേക്ക് എല്ലാവരും നാട്ടിൽ പോകുന്ന സമയമായി. നാട്ടിൽ പോകാനായിട്ട് എല്ലാവരും ടിക്കറ്റ് എടുക്കുന്നു, ഷോപ്പിംഗ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാം വലിയ വീട്ടിലെ പിള്ളേരാണ്, എല്ലാവരും വളരെ ലാവിഷായിട്ട് പോകുന്ന സമയത്ത് ഞാനും എൻ്റെ ആങ്ങളെയും പോകണം. ഞങ്ങൾക്ക് ടിക്കറ്റും എടുത്തിട്ടില്ല, ഒന്നുമില്ല. 2 വർഷമായി നാട്ടിൽ നിന്ന് വന്നിട്ട് പോകണമെന്നും ആഗ്രഹമുണ്ട്, നാട്ടിൽ പോകാൻ പേടിയുമാണ്. എന്നാലും പോയേ പറ്റുള്ളല്ലോ, മാതാപിതാക്കളെയൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ആഗ്രഹിച്ച് ഞാൻ പോകാനായിട്ട് ഒക്കെ ഇങ്ങനെ ചിന്തിച്ചും പ്രാർത്ഥിച്ചും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഈ സിസ്റ്റർ വീണ്ടും ചോദിച്ചു, ഓഫീസിലോട്ടൊന്ന് വരാൻ പറഞ്ഞു. ഞാൻ ഓർത്ത് ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടാ. ഏതായാലും ചെന്നപ്പോൾ എന്നോട് ചോദിച്ചു, ടിക്കറ്റ് എടുത്തോ? ഞാൻ പറഞ്ഞില്ല, ടിക്കറ്റ് എടുക്കാനിരിക്കുക. ഞാൻ ഇവരോട് ഒരിക്കലും എൻ്റെ ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ടിക്കറ്റ് എടുക്കാനിരിക്കുക സിസ്റ്റർ എന്ന് പറഞ്ഞു. വീരേന്ദ്രനെ ഒന്ന് പോയി കാണുക കേട്ടോ എന്ന് പറഞ്ഞു. ചെന്നപ്പോൾ എന്നോട് പറയില്ലേ, ഞാൻ അഡ്മിഷൻ സമയത്ത് കൊടുത്ത 2000 രൂപ അവരെന്നെ തിരിച്ച് എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കുള്ള പൈസ മുഴുവൻ അതിനകത്ത് കിടപ്പുണ്ട്. മാത്രവുമല്ല, എനിക്ക് എല്ലാ മാസവും ഹോസ്പിറ്റലിൽ തന്നുകൊണ്ടിരുന്നത് 500 രൂപയാണ്. അതിനകത്ത് 350 രൂപ വെച്ച് ഫീസ് പോയാലും ഫുഡിനും അക്കോമഡേഷനും എല്ലാം കൂടെ പോയാലും എല്ലാ മാസവും 150 രൂപ വെച്ച് എൻ്റെ അക്കൗണ്ടിൽ വീഴുന്നുണ്ടായിരുന്നു. ഞാനിത് അറിയുന്നില്ല, കാരണം നമുക്ക് അക്കൗണ്ട് അവിടെ ഉണ്ടെങ്കിലും നമുക്ക് പോയി നോക്കേണ്ട കാര്യമില്ലല്ലോ, ആരും ഒന്നും തരാനില്ലല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകാറില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ 1 വർഷം കൊണ്ട് ആവശ്യത്തിന് അധികം പൈസ, അതായത് നാട്ടിൽ നന്നായി യാത്ര ചെയ്ത് പോകാനുള്ള പൈസ കർത്താവ് എനിക്ക് അവിടെ സ്വരുക്കൂട്ടി വെച്ചിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, 50 രൂപ ദശാംശം കൊടുത്ത കാര്യം ഞാൻ പറഞ്ഞല്ലോ. ദൈവം ആർക്കും കടക്കാരനല്ല. നമ്മുടെ ഇല്ലായ്മയിൽ നിന്ന് നാം ദൈവത്തിന് വിശ്വസ്തയോടെ കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അവൻ ഹല്ലേലൂയ സ്തോത്രം 50 ഞാൻ അവിടെ കൊടുത്തെങ്കിൽ ഇപ്പുറത്ത് എനിക്ക് ദൈവം 500 എല്ലാ മാസവും തന്നുകൊണ്ടിരുന്നു. ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് സ്തോത്രം ചെയ്യുക. ഇതിനകത്ത് എനിക്ക് പുകഴാനൊന്നുമില്ല. എനിക്ക് ഇത്ര മാത്രമേ എനിക്ക് കേൾക്കുന്നവരോട് പറയാനുള്ളത്. ദൈവത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുക, ദൈവത്തെ അനുസരിക്കുക, വചനത്തെ അനുസരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കുള്ളത് മുമ്പിൽ നന്നായിട്ട് കർത്താവ് വഴികളെ തുറന്നു തരും. അവർ നല്ല ദൈവത്തെയാണ് നമ്മൾ വിളിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. ഈ ദൈവത്തിലൊന്ന് പൂർണ്ണമായിട്ടും ആശ്രയം വെച്ചിട്ട് മുൻപോട്ട് പോകുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും ഇടയാക്കട്ടെ. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ പോയി, പ്രതികൂലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തിരികെ വന്നു. ഞാൻ നഴ്സിംഗ് പഠിച്ചു കഴിഞ്ഞു. അപ്പുറത്ത് പഠനം കഴിഞ്ഞു, ചെറിയ രീതിയിൽ ജോലിയൊക്കെ ആയി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പഠനം കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് വിവാഹാലോചനകളൊക്കെ വരാൻ തുടങ്ങി. പഠനം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് പുറത്ത് ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ ഡൽഹിയിൽ താമസിക്കാൻ തുടങ്ങി. വിവാഹാലോചനകളൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് പിന്നെ വീട്ടിൽ ഭയങ്കര എതിർപ്പാണ്. ഒരു കാരണവശാലും പെന്തക്കോസ്ത് വിവാഹം നടത്തുകയില്ല എന്നുള്ള തീരുമാനമാണ്. എനിക്കും അധികം പിന്നെ ഈ ഓഫീസിൽ നിന്ന് പോകുന്നതിൽ പിന്നെ നഴ്സിങ്ങിന് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ആരാധനയ്ക്കുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു ഈ ഹോസ്പിറ്റലിൽ. വേണമെങ്കിൽ നീ കത്തോലിക്ക പള്ളി പൊക്കോണം എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു അവരുടേത്. പക്ഷെ ഞാൻ കത്തോലിക്ക പള്ളിയിലോ കൊന്തയ്ക്കോ അങ്ങനെ ഞാൻ പോകത്തില്ലായിരുന്നു. എല്ലാ ദിവസവും അവര് കൊന്ത ചെല്ലാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ റൂമിലിരുന്ന് പ്രാർത്ഥിക്കും. ഉടനെ സിസ്റ്റർ വന്ന് ആവശ്യത്തിനധികം ചീത്ത വിളിക്കും, വളർത്തിയതിന്റെ ഗുണമാണെന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. കാരണം അവർക്കതേ അറിയത്തുള്ളല്ലോ, കൊന്ത ചെല്ലിയിലെ ഏറ്റവും വലിയ പാപമാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഏതായിരുന്നാലും ഞാൻ അതിനകത്തേക്കൊന്നും തിരികെ പോകാൻ ദൈവം എന്നെ അനുവദിച്ചില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വിവാഹത്തിന്റെ സമയമായപ്പോൾ ഞാൻ വിവാഹം ഉടനെ കഴിക്കുന്നില്ല എന്നുള്ള ചിന്തയോടൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് നാട്ടിൽ നിന്നൊരു കോള് വന്നു. പിന്നെ ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്, നീ ഒന്ന് നാട്ടിലോട്ട് വരണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഈ വിവാഹാലോചന വന്നത് പെന്തക്കോസ്ത് കുടുംബത്തിൽ നിന്നല്ല. പക്ഷെ എൻ്റെ വീട്ടുകാർ പറഞ്ഞു, പെന്തക്കോസ്ത് കുടുംബത്തിൽ നിന്നല്ലെങ്കിലും പെങ്ങളൊക്കെ പെന്തക്കോസ്തില്ല, അതുകൊണ്ട് ഈ പെന്തക്കോസ്ത് പള്ളിയിൽ പോകുന്നതിന് ഇവർക്ക് വിരോധമില്ല, അതുകൊണ്ട് ഈ കല്യാണത്തിനൊന്ന് സമ്മതിച്ചാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു, ഇതുപോലെ നിങ്ങൾക്ക് താല്പര്യം തോന്നാൻ എന്നാ കാര്യം? അന്നേരം പറഞ്ഞു വന്നപ്പോൾ സ്ത്രീധനം ചോദിക്കാത്തൊരു കുടുംബത്തിൽ നിന്നാണെന്നാണ് ഏറ്റവും അവർക്ക് പോസിറ്റീവായിട്ട് തോന്നിയൊരു കാര്യം. ഞാൻ ഏതായാലും പറഞ്ഞു, ഞാനിപ്പോൾ ഏതായാലും വരാൻ തീരുമാനിച്ചിട്ടില്ല. അന്ന് രാത്രി ഞാൻ
ഞങ്ങളുടെ താമസിക്കുന്ന വീടിൻ്റെ ഒരു മുസ്ലിം ഫാമിലിയിലാണ് ഒരു റൂം എടുത്താൽ താമസിക്കുന്നത്. നമുക്ക് നമ്മൾ ഷെയർഡ് അക്കോമഡേഷൻ ആണല്ലോ. ഞാനും എൻ്റെ ആങ്ങളെയും കൂടെ താമസിക്കുന്നത്. ഞാൻ ആ വീടിൻ്റെ മുകളിൽ ടെറസിൽ പോയിരുന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാനൊരു പറഞ്ഞല്ലോ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വിവാഹാലോചന എനിക്ക് വരുന്നത്. ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണോ വേണ്ടയോ, എന്താ ചെയ്യണ്ടേ? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണോ? ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ കർത്താവ്, എനിക്ക് പോകാനുള്ള വഴികൾ ഒക്കെ ദൈവം എനിക്ക് തുറന്നു തരണം, അതിന് വേണ്ടതായ സാഹചര്യങ്ങളൊക്കെ ദൈവം എനിക്ക് തുറന്നു തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ രാത്രിയിൽ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പൊ ഞാൻ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 2-3 വർഷമായി സിസ്റ്റർ. പക്ഷെങ്കിൽ എൻ്റെ കയ്യിൽ 5 പൈസ പോലും മിച്ചമില്ല. കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങളെ, എൻ്റെ അനിയത്തിയെല്ലാം എൻ്റെ കൂടെയുണ്ട്. പക്ഷെങ്കിൽ ഞാൻ ശമ്പളം, ഞാനന്ന് പോകുന്ന ചർച്ചിലൊക്കെ ഉള്ളത് കൂടുതലും പാവങ്ങളാണ്. അപ്പൊ ശമ്പളം കിട്ടി അധികം താമസിക്കുന്നതിന് മുമ്പ് എല്ലാ മാസവും ശമ്പളം കിട്ടുമ്പോൾ ഞങ്ങൾ കുറച്ച് അരിയും പൊട്ടറ്റോയും ദാലും അത്യാവശ്യ സാധനങ്ങൾ മേടിച്ചു വെക്കും. കാരണം ഞങ്ങൾക്കറിയാം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് വീടിന്റെ മുമ്പിൽ ആൾക്കാർ വരും, സിസ്റ്ററെ ഇന്ന ആവശ്യമുണ്ടോ. ഞങ്ങൾക്കറിയാം, ഞാൻ ചർച്ചിൽ അന്ന് വന്നുകൊണ്ടിരുന്ന, എനിക്ക് ആ ബ്രദറിന്റെ പേരോ കുഞ്ഞിന്റെ പേരോ ഒന്നും ഓർമ്മയില്ല. ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഹാർട്ട് ഡിസീസ് ഉള്ള ഒരു കുഞ്ഞാണ്. മിക്കവാറും ആ കൊച്ചു ഹോസ്പിറ്റലിലാണ്. അപ്പം ആ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പൈസ ചോദിക്കാൻ ആദ്യം വരുന്നത് ഞങ്ങളുടെ വീട്ടിൽ. അപ്പൊ കയ്യിൽ വെച്ചുകൊണ്ട് ഇല്ലെന്ന് പറയാനോട്ട് പറ്റത്തുമില്ല. നിന്റെ കയ്യിലുള്ളപ്പോൾ കൂട്ടുകാരനോട് പോയി വരിക, പിന്നെ തരാമെന്ന് പറയരുതെന്നല്ലേ ദൈവത്തിന്റെ വചനം. അതുകൊണ്ട് ഞങ്ങള് മുൻകൂർ ജാമ്യം എടുക്കുന്നത് പോലെ ആദ്യമേ തന്നെ കുറച്ച് ദാലും അരിയൊക്കെ മേടിച്ചു വെക്കും. ബാക്കി എത്ര കയ്യിലുണ്ടോ ഞങ്ങൾക്കറിയാം, അവസാനം വരുമ്പോൾ ഇത് കാണത്തില്ലെന്ന്. അങ്ങനെ ഈ മനുഷ്യൻ ചോദിക്കുമ്പോൾ ഞങ്ങൾ ഈ സഹോദരന് കൊടുക്കും. ആരാണെന്ന് സത്യം പറയുവാണ്, ഇന്നും എനിക്ക് ആ ബ്രദറിനെ ഓർമ്മയില്ല, പേര് ഓർമ്മയില്ല, കുഞ്ഞിനെ ഓർമ്മയില്ല. പക്ഷെ അതൊരു പതിവായിക്കൊണ്ടിരുന്നത് കൊണ്ട് ഞങ്ങളുടെ കയ്യിൽ പൈസയൊന്നും മിച്ചമില്ല. നാട്ടിലോട്ട് തിരിച്ചു പോകണമെങ്കിലും ടിക്കറ്റ് എടുക്കാൻ പോലുള്ള നിവൃത്തിയില്ല. അങ്ങനെ ഇരിക്കുമ്പം രാത്രി ഞാൻ പോയിരുന്നു പ്രാർത്ഥിച്ചു. രാവിലെ എഴുന്നേറ്റപ്പം ഞാൻ ഈ താമസിക്കുന്ന വീട്ടിലെ മുസ്ലിം വീട്ടിലെ ആ ഉമ്മ വന്നേച്ച് എന്നോട് ചോദിച്ചു, ഇന്നലെ എന്തിനാ നിനക്ക് കടയിൽ ഫോൺ വന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് വീട്ടിൽ നിന്ന് വിളിച്ചതാന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, കല്യാണത്തിന്റെ കാര്യമാണോ? ഇങ്ങോട്ട് ചോദിക്കുക, കല്യാണത്തിന്റെ കാര്യം വല്ലതും ആണോ? ഞാൻ പറഞ്ഞ അങ്ങനെയൊക്കെയാ. എന്നോട് ചോദിച്ചു, നീ പോകുന്നില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇല്ല, ഞാനിപ്പോ തൽക്കാലം പോകാൻ തീരുമാനിച്ചില്ല. എന്തുകൊണ്ടാ വത്സമ നീ പോകാത്ത? നിനക്ക് പൈസ ഇല്ലാത്തത് കൊണ്ടാണോ? ഒരു കാര്യം ചെയ്യ എന്ന് പറഞ്ഞ് ഇവര് താഴോട്ട് ഓടി ചെന്നിട്ട് ഇവരെനിക്ക് സിസ്റ്ററെ 5000 രൂപ എടുത്ത് എന്റെ കൈ കൊണ്ടു തന്നു. 5000 രൂപ എന്ന് പറഞ്ഞാൽ അന്നൊരു വലിയ തുകയാണ് ഈ 5000 രൂപ. ആ വീട്ടിൽ ഞങ്ങൾക്ക് ഇട്ടേച്ച് പോകാനായിട്ട് ഈ ഒടിച്ചു മടക്കുന്ന ഒരു കട്ടിലല്ലാതെ ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഇട്ടേച്ച് പോകാൻ അവിടെ ഒന്നുമില്ല. ഇവരെനിക്ക് കൊണ്ടു തന്നപ്പോ എനിക്ക് തോന്നി, ഇത് കർത്താവിന്റെ ഒരു വഴിയാണോ? ഞാനന്ന് ഈസ്റ്റർ ഹോളിഡേ ടൈമാണ്. ഞാൻ ചെന്നിട്ട് ഞാൻ മേട്ടനോട് വിളിച്ചു പറഞ്ഞു, ഇതുപോലെ എനിക്കൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്, നാട്ടിലോട്ടൊന്ന് പോകണമെന്നുണ്ട്, ലീവ് തരാൻ പറ്റും? അവര് പറഞ്ഞു, നീ അല്ലേ കള്ളം പറയത്തില്ലെന്നറിയാം, പോയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വഴികളെല്ലാം തുറന്നു. അപ്പം ഞങ്ങൾ ഓർത്ത്, ഇനിയിപ്പോ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഓർക്കാം, ഇത് ദൈവത്തിന്റെ വഴിയല്ല. പോയി ടിക്കറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുന്നത്, ടിക്കറ്റും റിസർവേഷനും കിട്ടി. ഞങ്ങൾ അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ തമ്മിൽ പ്ലാൻ ചെയ്തു, ഈ പിന്നെ എന്താ സ്ത്രീധനൊന്നും വേണ്ടെന്ന് പറയും, ഈ ചെറുക്കന് വല്ല കുഴപ്പമുള്ളതായിരിക്കും, വല്ല മാനസിക രോഗം ഉള്ളതായിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിരിക്കും, അല്ലെ ഒരു പെന്തക്കോസുകാരി കെട്ടിക്കൊള്ളാമെന്നും സ്ത്രീധനം വേണ്ടെന്നൊക്കെ പറയുന്നത് എന്തെങ്കിലും പ്രശ്നം ഉള്ളതായിരിക്കും. അതുകൊണ്ട് നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഈ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കല്യാണം അങ്ങ് ഉഴപ്പി തിരിച്ചു വരാം എന്നൊക്കെ പ്ലാൻ ചെയ്താണ് ഞങ്ങൾ ഏതായാലും നാട്ടിൽ ചെല്ലുന്നത്. അങ്ങനെ നാട്ടിൽ ചെന്ന് ഞങ്ങള് പിന്നെ അവിടെ ചെന്നു. പിറ്റേ ദിവസം കാണാൻ വന്നപ്പോ എന്റെ ആങ്ങള് പറഞ്ഞു, നീ അനങ്ങി പോകരുത്, എനിക്ക് ചെറുക്കനെ ഇഷ്ടപ്പെടും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഈ കല്യാണത്തിന് സമ്മതിച്ചോണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ വിവാഹത്തിന് സമ്മതിക്കണോ വേണ്ടയോ എന്നിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞെന്നാൽ ദൈവം എല്ലാ വഴികളും തുറന്നു തന്നു. ദൈവത്തിന്റെ ആലോചന, കർത്താവ് അത് ദൈവഹിതമാണെന്നുള്ളത് ഉറപ്പിച്ചു തന്ന്. കാരണം പെങ്ങൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, വത്സമ വിഷമിക്കേണ്ട, ഞാൻ വിശ്വാസത്തിലാണ്, വിശ്വാസത്തിൽ തുടർന്നും പോകുന്നതിന് എൻ്റെ ആങ്ങളയ്ക്ക് ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് പെങ്ങൾക്ക് ഈപ്പൻകാരിയാണ്, പ്രാർത്ഥിച്ചപ്പോൾ എന്നെ തന്നെ കർത്താവ് കാണിച്ചു കൊടുത്ത് അങ്ങനെയാണ് ഈ വിവാഹത്തിന് ഞങ്ങൾ ആലോചനയ്ക്ക് വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിൽ നോ പറയരുതെന്ന് പെങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും കൂടെ ആയപ്പോൾ ഞാൻ വിവാഹത്തിന് സമ്മതിച്ചു. അങ്ങനെ CSIയിലോട്ട് എന്നെ കെട്ടിച്ചു കഴിഞ്ഞപ്പോഴും
ഞാൻ വെച്ച ഒരു ഡിമാൻഡിൽ, 1-2 ഡിമാൻഡിൽ ഒറ്റ കാര്യമായിരുന്നു എന്നെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തുടരാൻ അനുവദിക്കണമെന്നുള്ളത്. അത് ബുദ്ധിമുട്ടില്ലെന്നുള്ള ഉറപ്പും എനിക്ക് തന്നിരുന്നു. ഞാൻ അങ്ങനെ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ തന്നെ തുടരുകയും എൻ്റെ വിവാഹം അങ്ങനെ നടന്നു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ നേഴ്സ് സ്കൂളിൽ ജോയിൻ ചെയ്തതിന് ശേഷം അധികം ആരും വചനം പറഞ്ഞു തരുവാനോ ഉപദേശം പറഞ്ഞു തരുവാനോ അല്ലെങ്കിൽ ഒന്നും പറഞ്ഞു തരാനായിട്ട് എനിക്ക് ആളില്ലായിരുന്നു. ഒരുപക്ഷെ എന്നോട് ആരെങ്കിലും ഒക്കെ തിരുത്തി തന്നിരുന്നെങ്കിൽ ഞാൻ അന്ന് ആ വിവാഹത്തിന് സമ്മതിക്കുകയുമില്ലായിരുന്നു. എൻ്റെ വിവാഹം നടന്ന് പിന്നെ ഞാൻ ഡൽഹിക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ടവൻ മസ്കറ്റിലായിരുന്നു അന്ന് ജോലി. അദ്ദേഹം മസ്കറ്റിലേക്ക് പോന്നു. ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കർത്താവെ 6 മാസത്തിലധികം ഞങ്ങളെ മാറ്റി നിർത്തരുതെന്ന് പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ കൃപയാൽ 6 മാസത്തിനകം എനിക്കും മസ്കറ്റിൽ വരുവാനും ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടെ മസ്കറ്റിലായിരിക്കാനും കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ വിവാഹ ജീവിതം മുൻപോട്ട് പോകുന്നതിനിടയിൽ അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു മിസ്കാരേജ് ഉണ്ടായി. പിന്നെ മസ്കറ്റിൽ വന്ന് രണ്ടാമതും ഞങ്ങൾക്കൊരു മിസ്കാരേജ് ഉണ്ടായി. രണ്ടാമത്തെ മിസ്കാരേജ് ഉണ്ടായത് വെറും മിസ്കാരേജ് ഉണ്ടായെന്ന് മാത്രമല്ല, ആ സമയത്ത് പിന്നെ അതിനു മുൻപ് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് ഒരു 16 ദിവസം കഴിഞ്ഞപ്പോൾ 2 പ്രാവശ്യമായിട്ട് ഞങ്ങൾക്ക് വലിയ 2 ആക്സിഡന്റ് ഉണ്ടായി. ആ 2 ആക്സിഡന്റിൽ നിന്നും കർത്താവ് ഞങ്ങളെ അതിശയകരമായിട്ട് വിടുവിച്ചു. രണ്ടാമത്തെ ആക്സിഡന്റ് ഊട്ടിയിൽ വെച്ചാണ്. അവിടെ ഒരു സൂയിസൈഡൽ പോയിന്റ് എന്ന് പറഞ്ഞൊരു പോയിന്റ് ഉണ്ടല്ലോ. ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ വാഹനം മുൻപോട്ട് പോകാതെ അത് പുറകോട്ട് പോവുകയും ഒരു വല്ലാത്തൊരു കൊക്കയിലോട്ട് മറിഞ്ഞു പോകുന്ന ഒരു അനുഭവത്തിലൂടെ ഞങ്ങളുടെ വാഹനം പോയപ്പോൾ ഞങ്ങളുടെ കസിൻസും ഒക്കെ കൂടെയുണ്ട്. ഞാൻ അതിനകത്ത് ഇരുന്നു കൊണ്ട് ഞാൻ ഓർത്തു, ദൈവമേ, എൻ്റെ വിവാഹം 16 ദിവസം കൊണ്ട് കഴിഞ്ഞോ, തീർന്നു പോയോ എന്ന് കരുതി ഞാനിങ്ങനെ ദൈവത്തെ അവിടെ ഇരുന്നു കൊണ്ട് കർത്താവേ സ്തോത്രം എന്ന് പറയുന്ന ഒരൊറ്റ വാക്ക് മാത്രം പറയും. ആ സ്തോത്രം പറഞ്ഞ സമയത്ത് ചെറിയൊരു തിട്ടിലോട്ട് ഈ വണ്ടി പോയി അങ്ങ് ഇടിച്ച് വണ്ടി അവിടെ അങ്ങ് സ്റ്റക്കായി. ആ കൊക്കയിലോട്ട് മറിഞ്ഞു പോകാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾക്കൊരു പോറൽ പോലും ഏൽക്കാതെ ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു. ഞങ്ങൾക്കോ ഞങ്ങളുടെ കൂടെയുള്ളവർക്കോ ഒരു പോറൽ പോലും ഏൽക്കാതെ കർത്താവ് ഞങ്ങളെ സൂക്ഷിച്ചു. അങ്ങനെയാണ് പിന്നത്തേതിൽ ഞാൻ മസ്കറ്റിൽ എത്തുന്നത്. ഞാൻ മസ്കറ്റിൽ വന്നതിന് ശേഷം വീണ്ടും അടുത്തൊരു മിസ്കാരേജ് ഉണ്ടായി. രണ്ടാമത്തെ മിസ്കാരേജിന് ശേഷം ആ DNC കഴിഞ്ഞെങ്കിലും എനിക്ക് ഭയങ്കരമായ ബ്ലീഡിങ്ങിനാൽ ഞാൻ ഭാരപ്പെട്ടു. വല്ലാതെ ബ്ലീഡിംഗ് ആയി, ദിവസങ്ങളായി, ആഴ്ചകളായി ബ്ലീഡിങ്ങിനാൽ ഞാൻ ഭാരപ്പെട്ട സമയത്ത് പിന്നെ രണ്ടാമത് ഒരു DNCക്ക് കൂടെ അവരെന്നെ ഇന്നുകൂടെ നോക്കിയിട്ട് നാളെ ഒരു DNC കൂടെ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അവരെന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ആ രക്തസ്രവക്കാരിയായ സ്ത്രീ നിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലയിൽ ഒന്ന് തൊട്ടപ്പോൾ അവൾക്ക് സൗഖ്യം വന്നെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് സൗഖ്യം വരുത്താൻ പറ്റുന്നില്ല? അതുകൊണ്ട് ഞാൻ ഇനി അടുത്തൊരു DNCയിലല്ല, ഒരു ഡോക്ടറിലല്ല, നീ എന്നെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് ഓൺ ദ സ്പോട്ടിൽ എന്ന് പറഞ്ഞതുപോലെ എന്റെ ബ്ലീഡിങ് നിർത്തിത്തന്ന് കർത്താവ് എന്നെ സൗഖ്യമാക്കി. 95-ലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 96-ലാണ് ഈ മിസ്കാരേജ് ഉണ്ടാകുന്നത്. 96-ൽ കർത്താവിന്റെ കൃപയാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ രക്ഷിക്കപ്പെടുവാനും മസ്കറ്റിൽ വെച്ച് സ്നാനപ്പെടുവാനും കർത്താവ് ഇടയാക്കി. ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കൽ പോലും നിർബന്ധിച്ചിട്ടില്ല. വചനം ഇരുന്ന് വായിച്ചു, പ്രാർത്ഥിച്ചു, പോയിക്കൊണ്ടിരുന്ന കൂട്ടായ്മയിൽ എൻ്റെ കൂടെ വരുമായിരുന്നു. കൂട്ടായ്മയിൽ വെച്ച് ഞാൻ വചനം കേട്ടു. അങ്ങനെ താനും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുവാൻ കർത്താവ് കൃപ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് സന്തോഷത്തോടെ കർത്താവിന്റെ കൃപയിലായി തീർന്നതിന് ശേഷം 1997 സെപ്റ്റംബർ മാസത്തിൽ കർത്താവ് ഞങ്ങൾക്ക് ഞങ്ങളുടെ മൂത്ത പൈതലിനെ തന്നു. അവളെ ഞാൻ കൺസീവ് ആയിരിക്കുന്ന സമയത്ത് 28ാമത്തെ ആഴ്ചയിൽ സ്കാൻ ചെയ്തിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞു, ഇവളുടെ തല ചെറുതാണ്, ശരീരത്തിനനുസരിച്ച് ഇവളുടെ തല ചെറുതാണ്, മൈക്രോകെഫാലി എന്ന് പറയും. മൈക്രോകെഫാലിയാണ് ഈ കുഞ്ഞിന്, അതുകൊണ്ട് ഇവളെങ്ങനെയായി തീരുമെന്ന് അറിയത്തില്ല. അപ്പം അത് നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയൊരു വേദനയായിരുന്നു. കാരണം 2 മിസ്കാരേജിന് ശേഷം നമ്മൾ നോക്കി ദിവസം നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞിനെ ഒന്ന് കാണുവാനായിട്ട്. ഇങ്ങനെ നോക്കിയിരിക്കുമ്പോഴാണ് ഈ കുഞ്ഞിനെ മൈക്രോകെഫാലി ആണെന്ന് പറയുന്നത്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു നല്ല സഭ
ഞങ്ങൾ മസ്കറ്റ് ലിബ്ര എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭയുണ്ടായിരുന്നു. നല്ല ദൈവമക്കളും ദൈവദാസനും കുടുംബവും ഉണ്ടായിരുന്നു. അവരും ഞങ്ങളും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനിരുന്നു. ഞാൻ ഒരിക്കലും എൻ്റെ പ്രഗ്നൻസി പ്രാർത്ഥനയ്ക്കോ ഉപവാസത്തിനോ ഒരിക്കലും എൻ്റെ പ്രഗ്നൻസി തടസ്സമായിരുന്നില്ല. എല്ലാ 3 പ്രഗ്നൻസിയിലും ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ 28ാമത്തെ ആഴ്ചയിൽ ഈ സ്കാൻ റിപ്പോർട്ട് വരുന്നു. 32ാമത്തെ ആഴ്ചയിൽ 28ാമത്തെ ആഴ്ചയിൽ തന്നെ എന്നെ അടുത്ത ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു. അവിടെ ചെന്ന് 3 ഗൈനക്കോളജിസ്റ്റും സോണോഗ്രാഫറും ഒക്കെ മാറി മാറി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇത് മൈക്രോകെഫാലി തന്നെയാണ്, ഈ കുഞ്ഞ് നോർമലായിട്ട് വരത്തില്ല. റിപ്പോർട്ട് ഇപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഇരിപ്പുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 32ാമത്തെ ആഴ്ച അടുത്ത സ്കാൻ ചെയ്തു. അന്നേരവും പറഞ്ഞു, ഇത് തന്നെ, അതിനകത്ത് മാറ്റമൊന്നുമില്ല, ഈ കുഞ്ഞ് അബ്നോർമലാണ്. 34ാമത്തെ ആഴ്ച സീരീസ് ആയിട്ടുള്ള സ്കാനുകൾ ഇങ്ങനെ നടന്നു. 36ാമത്തെ ആഴ്ച സ്കാൻ ചെയ്തപ്പോഴും പറഞ്ഞു, അത് അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവുമില്ല. 38ാമത്തെ ആഴ്ച സ്കാൻ ചെയ്തേച്ച് പറഞ്ഞു, ഒരിച്ചിരി വ്യത്യാസം, തലയുടെ വലിപ്പത്തിന് ഒരിച്ചിരി വ്യത്യാസം തോന്നുന്നുണ്ട് എന്ന് പറയുവാനായിട്ടിടയായി. അതിനുശേഷം 40ാമത്തെ ആഴ്ചയാണ് എൻ്റെ ഡെലിവറി നടക്കുന്നത്. ആ ഡെലിവറി നടക്കുന്ന അന്ന് രാവിലെ ഞങ്ങളുടെ അവിടെയുള്ള ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ തലയ്ക്കും കാലിനും തമ്മിലുള്ള വലിപ്പം ഒരേ, ഫീമർ ലെങ്തും ഹെഡ് സർക്കംഫറൻസും ഒരേ അളവിലാണെന്ന് അവർ പറയുവാനായിട്ടിടയായി. അല്ലെങ്കിൽ എന്നെ സിസേറിയൻ എടുക്കണമായിരുന്നു, നോർമൽ ഡെലിവറി നടത്താതിരിക്കാനായിട്ടാണ് ലാസ്റ്റ് അങ്ങനെ അവർ ചെയ്തു നോക്കിയത്. ഏതായിരുന്നാലും സ്തോത്രം, ഹല്ലേലൂയ. 1997 സെപ്റ്റംബർ മാസം 12ാം തീയതി വൈകുന്നേരമായപ്പോൾ ഒരു ഊനമില്ലാത്ത പെൺകുഞ്ഞിനെ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ തരുവാനായിട്ടിടയായി. ഞാൻ വിശ്വസിക്കുന്നു, ഹല്ലേലൂയ. അകത്തായിരുന്നാൽ കർത്താവ് യഹോവ നിന്റെ അകത്ത് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് ദൈവത്തിന്റെ വചനമാണെങ്കിൽ, പ്രാർത്ഥിക്കുന്നവരെ ദൈവ പൈതലിൽ ലജ്ജിച്ചു പോകുവാൻ അനുവദിക്കാത്ത ദൈവം എൻ്റെ കുഞ്ഞിനെ ഒരു ഊനവുമില്ലാത്തൊരു കുഞ്ഞായിട്ട് കർത്താവ് ഞങ്ങൾക്ക് അവളെ തരുവാനായിട്ടിടയായി. ഞങ്ങൾ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ കർത്താവിൻ്റെ വേലയിൽ അവിടെയുള്ള കർത്തദാസിനോട് ചേർന്ന് നമ്മളൊരു ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടിംഗ് മിനിസ്ട്രി പോലെ എല്ലാത്തിനും കൂടെ നിൽക്കുന്ന, വിശ്വസ്തയോടെ കൂടെ നിൽക്കുന്ന ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്. സ്തോത്രം. അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ശുശ്രൂഷയിൽ ഞങ്ങൾ വിശ്വസ്തരായി തന്നെ അവിടെ തുടർന്നു. വീണ്ടും ഞാൻ അവിടെ മോളെ പ്രസവിച്ചു കഴിഞ്ഞ് അധികം താമസിക്കുന്നതിന് മുൻപേ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടമായി. ഹസ്ബൻഡിൻ്റെ ജോലി നഷ്ടമായത് വെറുതെ നഷ്ടമായെന്നല്ല, ഏകദേശം വലിയൊരു 5000 റിയാല് കടത്തിലാണ് തൻ്റെ ജോലി നഷ്ടമാകുന്നത്. കമ്പനി ഒരു കള്ളക്കണക്ക് എഴുതിയിട്ട് എൻ്റെ ഹസ്ബൻഡ് 5000 റിയാല് ഇവർക്ക് തിരികെ കൊടുക്കണം. 5000 റിയാൽ എന്ന് പറയുമ്പോൾ അന്നൊരു വലിയ തുകയാണത്. 5 ലക്ഷത്തിലേറെ രൂപ കമ്പനിക്ക് തിരികെ കൊടുക്കണം. എൻ്റെ മാത്രം ശമ്പളം. ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒത്തിരി ഭാരപ്പെട്ടു. ഒരു കഷ്ടതയുടെ തീച്ചൂളയിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി എന്ന് വേണം പറയാനായിട്ട്. ഞങ്ങൾ മസ്കറ്റിലായിരുന്ന 9 വർഷം, ആ ജോലി നഷ്ടപ്പെട്ടു. ഞങ്ങളിങ്ങനെ ഓർത്ത് എന്ത് ചെയ്യും, എങ്ങനെ ഈ പണം തിരികെ കൊടുക്കും? നമ്മളെ സഹായിക്കാനായിട്ട്, പണം ചോദിച്ച് സഹായിക്കാനായിട്ട്, തന്ന് സഹായിക്കാനായിട്ട് ആരുമില്ലല്ലോ. അന്ന് വരെ നടത്തിയ ദൈവത്തിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഭർത്താവ് ഈ കണക്കുകളെല്ലാം വീണ്ടും ഇരുന്ന് തിരുത്തി കുറിച്ച് വന്നപ്പോൾ അവസാനം ചെറിയൊരു തുക മാത്രമാണ് തിരികെ കൊടുക്കേണ്ടതെന്നുള്ളത് ഏതാണ്ടൊരു 1000 റിയാലിലേക്ക് അത് കുറഞ്ഞു വന്നു. അങ്ങനെ അന്നേരം കമ്പനി പറഞ്ഞു, നീ ജോലി ചെയ്ത് പൈസ വീട്ടിയാൽ മതി, പൈസ തരണ്ട, ശമ്പളമില്ലാതെ ജോലി ചെയ്യാൻ എൻ്റെ ഹസ്ബൻഡ് പെർമിഷൻ കൊടുത്തു. അങ്ങനെ ശമ്പളമില്ലാതെ എൻ്റെ ഒരാളുടെ ജോലിയിൽ ഞങ്ങൾ ജീവിക്കുന്ന സമയത്ത് ഞാനൊരു ദർശനം ഇങ്ങനെ കണ്ടു, ഒരു സ്വപ്നം ഇങ്ങനെ കണ്ടു. 2 സ്വപ്നങ്ങൾ ഒരുമിച്ചാണ് കാണുന്നത്. എനിക്ക് ഒരാൾ ഒരു ബൊക്കെ ഇങ്ങനെ കൊണ്ടുതരുന്നു, എന്തോ ഒരു നന്മ എൻ്റെ കയ്യിൽ കൊണ്ടുതരുന്നു. രണ്ടാമത് കാണുന്നത് ഞാൻ വലിയൊരു ഒരു കടൽ പോലെ, ഒരു ഇളകി മറിയുന്ന ഒരു കടലിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുകയാണ്. അതിന്റെ അക്കരെ എനിക്ക് എത്തണം. ഞാനും എൻ്റെ മോളും ഭർത്താവും ഉണ്ട്. അതിന്റെ അക്കരെ എത്തണം. പക്ഷെ അക്കരെ എത്തണമെങ്കിൽ ഈ കടല് കടക്കണം. ആ കടല് കടക്കാൻ വേണ്ടി ഞാൻ സ്വപ്നത്തിൽ തന്നെ ഞാൻ പറയുകയാണ്, പുരോഹിതന്മാരുടെ കാൽ
പെട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ കാൽ യോർദാനെ ചവിട്ടിയപ്പോൾ യോർദാൻ അവരുടെ മുൻപിൽ പിൻവാങ്ങിയെങ്കിൽ ഞാൻ ഈ വെള്ളത്തിൽ കാല് ചവിട്ടുമ്പോൾ എനിക്ക് മുമ്പിൽ ഈ വെള്ളം പിൻവാങ്ങും. അതുകൊണ്ട് ഞാൻ വിശ്വാസത്തോടെ ഇറങ്ങാൻ പോകുകയാണ്. എന്റെ മുൻപിലുള്ള ഈ ചെങ്കടലിനെ വിഭാഗിക്കാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സ്വപ്നത്തിൽ കാലെടുത്ത് മുൻപോട്ട് വെക്കുമ്പോൾ എന്റെ ഭർത്താവിനോട് പറയുന്നുണ്ട്, അക്കരെ എത്തി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കാലെടുത്ത് വെക്കുമ്പോൾ ഈ വെള്ളം രണ്ടായി മാറുന്നതും ഞാൻ അക്കരെ ചേരുന്നതും അക്കരെ എത്തുന്നതുമായ ഞങ്ങൾ കുടുംബമായിട്ട് അക്കരെ എത്തുന്നതുമായിട്ട് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നമൊക്കെ കണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ ഒരു വർഷം എൻ്റെ മോൾക്ക് എന്നും അസുഖം. കാരണം ബേബി സിറ്റിങ്ങിന് കൊടുത്തിട്ടാണ് ഞങ്ങൾ ജോലിക്ക് പോകുന്നത്. അപ്പൊ ഈ ബേബി സിറ്റിങ്ങിന് കൊടുക്കുന്നിടത്ത് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഒരു കുഞ്ഞിന് പനി മാറി എന്നും അസുഖമായിട്ട് വന്നപ്പോൾ ഒരു ദിവസം ഇവളുടെ പനി അങ്ങ് വല്ലാതെ കൂടിയിട്ട് ഇവൾക്ക് ആന്റിബയോട്ടിക് കൊടുത്തു. പിന്നത്തെ ഇതിൽ കണ്ണങ്ങ് ചുമന്നു. അപ്പൊ എല്ലാവരും ഓർത്തു കണ്ണിന് അസുഖം, ആന്റിബയോട്ടിക്കിന്റെ റിയാക്ഷൻ ആയിരിക്കും ഓർത്തു. ഞങ്ങൾ 1-2 ദിവസം വെച്ചോണ്ടിരുന്നു. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുകയാണത് വെറും കണ്ണിന് അസുഖമല്ല, ഇവൾക്ക് കോർണിയൽ അൾസർ ആണ്. അപ്പോൾ കോർണിയൽ അൾസർ എന്ന് പറയുന്നത് ദാറ്റ് വിൽ ലീഡ് ടു ബ്ലൈൻഡ്നെസ് എന്നുള്ളതാണ് അതിന്റെ എൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ എന്ത് ചെയ്യും? വളരെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കിട്ടിയൊരു കുഞ്ഞാണ്. പിന്നെ ആ കുഞ്ഞിന് കോർണിയൽ അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എല്ലാ അരമണിക്കൂറിലും ഡ്രോപ്പ് ഒഴിക്കണം, ഓയിൻമെന്റ് ഒഴിക്കണം, വ്യത്യസ്തമായ മരുന്നുകളൊക്കെ തന്നു. അന്ന് എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഇവിടുത്തെ പോലെ ഈ രാജ്യത്താണെങ്കിൽ എനിക്ക് കുഞ്ഞിന് വയ്യെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലിരിക്കാം. അവിടെ അങ്ങനെയല്ല, നിന്റെ കുഞ്ഞ് നിന്റെ കാര്യം, ഇവിടുത്തെ ജോലിയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നിടത്താണ് ഞാനന്ന് ജോലി ചെയ്യുന്നത്. ഞാനന്ന് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് കുഞ്ഞുമായിട്ട് ഭവനത്തിൽ ഉറങ്ങാതെ ഞാൻ വീട്ടിൽ നിന്ന് ജോലിക്ക് പോയ സമയത്ത് എൻ്റെ ഭർത്താവ്, ഞാനന്ന് ലേബർ വാർഡിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ ഭർത്താവ് ഈ കുഞ്ഞുമായിട്ട് വന്ന് ലേബർ വാർഡിന്റെ വെളിയിൽ ഒരു പായിട്ട് അവിടെ കിടക്കുകയാണ്. കാരണം ഭർത്താവ് ഉറങ്ങി പോകുമല്ലോ, മരുന്നൊഴിക്കാനായിട്ട് എപ്പോഴും ഓർക്കത്തില്ലല്ലോ, പകല് മുഴുവൻ അധ്വാനിച്ചേച്ച് വന്ന് കിടക്കുന്ന മനുഷ്യനാണല്ലോ. അതുകൊണ്ട് ഞാൻ ആ ജോലിക്കിടയ്ക്ക് എല്ലാ അരമണിക്കൂറിലും പോകും, ഓയിൻമെന്റ് ഒഴിക്കും, ഡ്രോപ്പ് ഒഴിക്കും, തിരികെ വരും. അതിനിടയ്ക്കെല്ലാം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അവിടുത്തെ മാനുവൽ ഒന്ന് എടുത്ത് വായിച്ചു നോക്കി. കോർണിയൽ അൾസറിനെ പറ്റി നോക്കിയപ്പോൾ ഒമാനിലെ ബ്ലൈൻഡ്നെസിന്റെ ഒരു പ്രധാന കാരണം കോർണിയൽ അൾസർ ആണ് എന്നുള്ളത് കൂടെ വായിച്ചപ്പോഴത്തേക്ക് ഞാൻ സത്യം പറഞ്ഞാൽ ആകെ തകർന്നു. ഞാൻ എൻ്റെ ഉള്ളത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുകയാണ്, കർത്താവേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് നോക്കാനായിട്ട് എൻ്റെ അമ്മയോ ആരെങ്കിലും ഒന്ന് വരാനുണ്ടായിരുന്നെങ്കിൽ, ഒരു വിസയ്ക്കുള്ള സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതിന്റെ അവസ്ഥ വരത്തില്ലായിരുന്നല്ലോ, എന്നും എൻ്റെ കുഞ്ഞിന് അസുഖം വരികയില്ലായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ ഉള്ളത്തിൽ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്നല്ല, ഉള്ളത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചും കരഞ്ഞും കൊണ്ട് ജോലി ചെയ്യുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഒരു മനുഷ്യൻ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഈ പുറത്തു വരുന്നതും മരുന്നൊഴിക്കുന്നതും ഒക്കെ. ഇച്ചിരി കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, ഇത് നിന്റെ മോളാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എൻ്റെ മോളാണെന്ന് പറഞ്ഞു. ചോദിച്ചു, നിനക്ക് വീട്ടിൽ ആരുമില്ലേ, നീ എന്തിനാ ഈ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കിടത്തിയിരിക്കുന്നത്? ജോലി സ്ഥലത്തല്ലേ, ജോലി സമയത്തല്ലേ നീ ഇത് ചെയ്യുന്ന? ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഹസ്ബൻഡ് ടയർഡായിട്ട് കിടന്നുറങ്ങുകയാണ്, ജോലി കഴിഞ്ഞ് വന്നിരിക്കുന്നതാണ്, എൻ്റെ വീട്ടിൽ ആരുമില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇവിടെ കിടത്തിയിരിക്കുന്നത്. ഞാൻ ഓർത്ത് ഈ മനുഷ്യൻ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ജോലി പോകുമ്പോൾ, ഓൾറെഡി ഹസ്ബൻഡിന്റെ ജോലിയിലെ ശമ്പളമില്ലാതെ ഞങ്ങൾ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞില്ല, എനിക്ക് എൻ്റെ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്, ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ആ മനുഷ്യൻ എന്നോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യേ, എൻ്റെ സിസ്റ്ററിലോ അകത്ത് കിടപ്പുണ്ട്, അവളുടെ ഇത് പ്രീവിയസ് സിസേറിയൻ ആയിരുന്നു, ഇപ്രാവശ്യം അത് അവളെ നോർമൽ ഡെലിവറി ആകുകയാണെങ്കിൽ ഞാൻ നിനക്ക് നിന്റെ അമ്മയെ കൊണ്ടുവരാനുള്ള വിസ തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, അങ്ങനെയൊക്കെ ആര് ചെയ്യാനാ? കാരണം ഈ മനുഷ്യൻ ഇന്ന് പോകും, പിന്നെ നമുക്ക് ഇവരുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല, നമുക്ക് പിന്നെ ഇവരെ തിരഞ്ഞു ചെല്ലാനും പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, നീ ഇതൊക്കെ വെറുതെ പറഞ്ഞ? അല്ല, നീ ഒന്ന് ചെയ്തു നോക്ക്. ഞാൻ പറഞ്ഞു, ഡെലിവറിയും സിസേറിയനും എൻ്റെ കയ്യിലല്ല, പക്ഷെ ഞാൻ പ്രാർത്ഥിക്കാം, അവൾക്ക് നോർമൽ ഡെലിവറി ഉണ്ടാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. കൃപയാൽ 2 മണിക്കൂറിനകം ഈ പറഞ്ഞ വ്യക്തി നോർമൽ ഡെലിവറി ആയി. 2 ദിവസത്തിനകം ഇവർ ഡിസ്ചാർജ് ആയി പോയി. ഞാൻ ഈ മനുഷ്യന്റെ പുറകെ പിന്നെ പോയിട്ടില്ല, കാരണം എനിക്കറിയത്തില്ലല്ലോ ഇവരാരാണ്, നമ്മൾ അഡ്രസ് ഒന്നും എടുത്തു വെക്കുന്നില്ല, അതിനുള്ള നിയമം നമ്മളെ അനുവദിക്കത്തില്ല. ഏതായാലും ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ചില 2-3 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വീടിന്റെ വാതിൽക്കൽ ഒരു കൊട്ട് കേട്ടു. ഞാൻ തുറന്നു നോക്കിയപ്പോൾ എന്നോടാ ലേബർ വാർഡിന്റെ വെയിറ്റിംഗ് റൂമിൽ ഇരുന്ന മനുഷ്യൻ ചോദിക്കുകയാണ്, ഇത് നിന്റെ വീടിൽ നിന്റെ അമ്മയുടെ പാസ്പോർട്ട് എന്തെന്ന്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇതൊരു ലേബർ ഓഫീസർ ആയിരുന്നു.
ഇയാള് വിസ അടിക്കുന്ന മനുഷ്യനായിരുന്നു. അപ്പൊ നമുക്ക് വേണ്ടി ദൈവം ഒരത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ, സാധാരണ ഒമാനികൾ മുസ്ലിം രാജ്യത്തൊക്കെ അവരുടെ സ്വന്തം ഭർത്താവോ അവരുടെ അമ്മയോ സഹോദരിമാരോ ഒക്കെ അല്ലാതെ ഒരു ബ്രദറിലോ വന്ന് കാത്തിരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ 10 വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് വേണ്ടി ഒരു വഴി തുറക്കണമെങ്കിൽ കർത്താവ് ആ ഒരു ലേബർ ഓഫീസിനെ നമ്മുടെ വീട്ടിൽ കൊണ്ടുവരുമെന്നുള്ളത് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. കർത്താവിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു വഴിയുമില്ല, കർത്താവിന് പ്രവർത്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യവുമില്ല. ചിലപ്പോഴൊക്കെ കഷ്ടത്തിലൂടെ ഒക്കെ പോകുമ്പോൾ നമ്മളോർക്ക് എന്തിനാ ഇങ്ങനെ പോകുന്നതെന്ന്. ദൈവം നമ്മളെ മാനിക്കാൻ ചില സമയത്തൊക്കെ നമ്മളെ ചില കഷ്ടതയിലൂടെ ഒക്കെ കടത്തിവിടും. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ എന്റെ ചട്ടങ്ങൾ പഠിപ്പാൻ തക്കണം ഞാൻ കഷ്ടതയിലായിരുന്നു, എനിക്ക് ഗുണമായി എന്ന് വായിക്കുന്നത് പോലെ ആ കഷ്ടതയിലൂടെ കർത്താവ് ഒരു ഗുണം ഞങ്ങൾക്ക് ചെയ്തു തന്നു. അദ്ദേഹം എല്ലാ പേപ്പർ വർക്കുകളും കൊണ്ടുപോയി, ഞങ്ങൾ ഒന്നും അറിഞ്ഞില്ല. 5 പൈസ പോലും ഈ വിസയുടെ ഫീസ് അല്ലാതെ മറ്റൊരു 5 പൈസ പോലും മുടക്കാതെ എൻ്റെ അമ്മയ്ക്കുള്ള വിസയ്ക്ക് കാര്യങ്ങളെല്ലാം അദ്ദേഹം ക്രമപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വിസയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നു എന്നൊരു ലെറ്ററിന് വേണ്ടി DG ഓഫീസിൽ ചെല്ലണം. ഓഫീസിൽ ചെന്നപ്പോൾ എൻ്റെ കയ്യിലോട്ട് ലെറ്ററിന് പകരം എൻ്റെ ടെർമിനേഷൻ ലെറ്ററാണ് കയ്യിൽ കിട്ടുന്നത്. വന്നിട്ട് 2 വർഷമേ ആയിട്ടുള്ളൂ. 3 വർഷത്തെ കോൺട്രാക്റ്റിനാ വന്നത്. 2 വർഷമേ ആയിട്ടുള്ളൂ. 3 മാസമെങ്കിലും നോട്ടീസ് തരണം. ഭർത്താവിന് ജോലി പോയി നിൽക്കുകയാണ്. കുഞ്ഞിനൊരു വശത്തൂടെ അസുഖം, അമ്മയെ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. എന്റെയും ജോലി പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഓർത്തു, ദൈവമേ എന്ത് ചെയ്യും? ഈ ജോലി പോയി എന്നുള്ള ലെറ്റർ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അവിടെയുള്ള പാസ്റ്റർ എൻ്റെ കൂടെ നിൽപ്പുണ്ട്. അദ്ദേഹത്തിന്റെ കാറിലാണ് പോകുന്നത്. ജോലി പോയി എന്നുള്ള ലെറ്റർ ഇങ്ങോട്ട് തന്നു കഴിഞ്ഞത് വായിച്ചു കഴിഞ്ഞിട്ട് എന്നെ കളിയാക്കിയിട്ട് ആ മനുഷ്യൻ ചോദിച്ചു, ഇനി നിനക്ക് അമ്മയെ കൊണ്ടുവരാനുള്ള ലെറ്റർ വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് വേണമെന്ന് പറഞ്ഞു. എന്ത് വിശ്വാസത്തിലാ പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു എനിക്ക് ആ ലെറ്ററും വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ 2 ലെറ്റർ മേടിച്ച് വീട്ടിൽ വന്നിരുന്ന്, അന്ന് എൻ്റെ മൂത്ത കുഞ്ഞിന് 9 മാസം പ്രായമേ ഉള്ളൂ. അന്നേരത്തേക്ക് ഞാൻ 2ാമതും കൺസീവ് ആയിട്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ തുടങ്ങി. അതിന് നാളുകൾക്ക് മുമ്പ് കർത്താവ് എന്നെ ഒരു ദർശനം കാണിച്ചിരുന്നു. ഞാൻ അവിടുന്ന് 10ാമത്തെ വർഷം ഒമാനിൽ നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് ഒരു ഉയർച്ചയോടെ പോകുന്ന ഒരു ദർശനം എന്നെ കർത്താവ് കാണിച്ചിരുന്നു. ഞാൻ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തോട് ചോദിച്ചു, കർത്താവെ, നീ എന്നെ കാണിച്ച ദർശനങ്ങളൊന്നും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. പല കാര്യങ്ങളും എൻ്റെ മുമ്പിൽ ഇനി നടക്കാനുണ്ട്. നീ എന്നെ ഇവിടെ നിർത്തുമോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. നിന്റെ ഹിതം പോലെ ആട്ടെന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കുഞ്ഞ് എൻ്റെ സൈഡിൽ വന്നുകൊണ്ട് കണ്ണുനീർ തുടയ്ക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ദൈവം എന്നോട് സംസാരിച്ചു. മിണ്ടാതിരുന്ന് ഞാൻ ദൈവം എന്നറിഞ്ഞുകൊണ്ട് ഞാൻ ഭൂമിയിൽ ഉന്നതനാകും. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ, ആ ശബ്ദം ഞാൻ കേട്ടു. വചനത്തിലൂടെയുള്ള ശബ്ദമാണ് കർത്താവ് എപ്പോഴും എന്നോട് സംസാരിക്കാറുള്ളത്. കൂടുതലും 2ാമത്തെ ഒരു വചനം തന്നു, മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്, പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അപ്പൊ ഞാൻ ഉറപ്പിച്ചു, ഞാൻ ഒരൊറ്റ മനുഷ്യനോട് ഈ വിഷയം പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ചെല്ലത്തില്ല. ആരോടും ഒന്നിനും ഇതിന്റെ പുറകിൽ കാല് പിടിക്കത്തില്ല എന്നുള്ള തീരുമാനത്തോടെ ദൈവസന്നിധിയിൽ, കർത്താവെ, നിന്റെ വചനത്തിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഞാനത് വിശ്വസിക്കുമെന്നുള്ള ഉറപ്പോടെ ഞാനത് വിശ്വാസത്തോടെ വചനം ഏറ്റെടുത്തു. കുടുംബമായി ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. സഭ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പലരും ഞങ്ങളോട് വന്ന് പറഞ്ഞു, നീ മേട്ടന്റെ അടുക്കൽ ഒന്ന് ചെല്ല്, മേട്ടനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസലേഷൻ അയക്കും. അവരൊരു ക്യാൻസലേഷൻ അയക്കും, അല്ലെങ്കിൽ ക്യാൻസലേഷൻ അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ തരും. അത് വേണമെങ്കിലും ചെയ്യാം, കുഞ്ഞിനെ കൊണ്ടൊക്കെ ജീവിക്കേണ്ടതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ഒരു ട്രാൻസ്ഫറിനോ ഒരു ക്യാൻസലേഷനോ ഞാൻ അപ്ലൈ ചെയ്യത്തില്ല. കാരണം എൻ്റെ ദൈവമാണ് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നെങ്കിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ദൈവത്തിന് ഇവിടെ ഞാൻ നിൽക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവിനെ ഇവിടെ നിർത്തും. അല്ല, തിരികെ പോകണമെന്നാണെങ്കിൽ ഞാൻ അതിനും തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങനെ എൻ്റെ ജോലി തുടർന്നു. അപ്പോൾ ഇതൊക്കെ എനിക്കൊരു 19 ദിവസത്തെ ആനുവൽ ലീവ് ഉണ്ടായിരുന്നു. ആനുവൽ ലീവ് എടുത്ത് ഞാൻ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒരു വശത്ത് ദൈവത്തിന്റെ വാഗ്ദത്തം ഉണ്ടെങ്കിലും മറുവശത്ത് സംശയങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകാൻ തുടങ്ങി. കർത്താവെ, പോകേണ്ടി വരുമോ? ഇനിയിപ്പോൾ 1 മാസം കൂടെ ഉണ്ടല്ലോ, എന്നാൽ ഇനി പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് തുടങ്ങണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോൾ ഞാൻ എവിടെ നിന്നോ തപ്പിയെടുത്ത് ഇതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിലോട്ട് ഞാനൊരു ഫോൺ കോൾ ചെയ്തു. ഞാൻ എന്നാ പോകണ്ടേ, എന്നത്തേക്കാണ് എൻ്റെ കറക്റ്റ് ഡേറ്റ് എന്നൊക്കെ അറിയാനായിട്ട്.
അപ്പൊ ചെന്നത് മറ്റൊരു സ്ഥലത്താണ്. അവിടെ ചെന്നപ്പോൾ വേറൊരു ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോഡിലാണ് ഈ കോള് ചെല്ലുന്നത്. ആ മനുഷ്യൻ ഒരു മലയാളിയായിരുന്നു. എന്നോട് പറഞ്ഞു, സിസ്റ്റർ റോങ് നമ്പറിലാണ് വന്നേക്കുന്നത്, സിസ്റ്ററിന് വേണ്ട കറക്റ്റ് നമ്പർ ഞാൻ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എനിക്കൊരു നമ്പർ തന്നു. ഞാൻ വിളിച്ച് ഈ ഹ്യൂമനൈസേഷന്റെ ഡിപ്പാർട്ട്മെന്റിലോട്ട് ഞാൻ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരെന്നോട് ചോദിച്ചു, നീ എവിടെ പോകുന്ന കാര്യമാണ് ചോദിക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ ഹ്യൂമനൈസേഷൻ ലെറ്റർ കിട്ടി, ഇന്ന മാസം പോകണമെന്ന കറക്റ്റ് ഡേറ്റ്, എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചെന്ന് പറഞ്ഞപ്പോൾ അവനോട് പറഞ്ഞു, നീ ഇങ്ങും പോകുന്നില്ല, നിന്റെ ഹ്യൂമനൈസേഷൻ ക്യാൻസൽ ആയല്ലോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ ക്യാൻസലായി? അത് ആര് ഹ്യൂമനൈസേഷൻ അയച്ചോ? നിന്റെ മേട്ടൻ തന്നെ ക്യാൻസലേഷന്റെ ലെറ്റർ അയച്ചു. നിന്റെ ഹ്യൂമനൈസേഷൻ ക്യാൻസലേഷൻ ഇവിടെ പ്രോഗ്രസ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. ദൈവം പറഞ്ഞാൽ അവൻ മാറത്തില്ല. മനുഷ്യനിൽ ആശ്രയിക്കരുതെന്ന് ദൈവം പറഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ, ഈ മേട്ടൻ എൻ്റെ അടുക്കൽ വന്നായിരുന്നു. വൈ ഡോണ്ട് യു ട്രൈ ഫോർ ട്രാൻസ്ഫർ എന്ന് ചോദിച്ചുകൊണ്ട് ഒന്ന് ചോദിച്ചായിരുന്നു. മേട്ടനോട് ഞാൻ പറഞ്ഞിരുന്നു, ഇല്ല, ദൈവത്തിന്റെ ഹിതം എന്നെ നിർത്താനാണെങ്കിൽ സിസ്റ്റർ ഇവിടെ മേട്ടൻ എന്നെ ഇവിടെ നിർത്തും, അല്ല വിടാനാണെങ്കിൽ ഞാൻ പോകും, അത് സന്തോഷത്തോടെ പോകും എന്ന് ഞാൻ ഈ മേട്ടനോടും പറഞ്ഞിരുന്നു. ആ മേട്ടന്റെ ഉള്ളത്തിൽ തന്നെ ദൈവം ഇടപെട്ട് എൻ്റെ ജോലി അവിടെ തിരികെ തരുവാനായിട്ട്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഫോൺ കോൺവെർസേഷൻ മാത്രമേ എനിക്കുള്ളൂ. അപ്പൊ എന്നോടൊരു ഡേറ്റ് പറഞ്ഞു, ഇന്ന ദിവസം നീ വിളിക്കുക, അന്നേരത്തേക്ക് നിന്റെ ഹ്യൂമനൈസേഷൻ ലെറ്റർ ക്യാൻസലേഷൻ ലെറ്റർ റെഡി ആകുമെന്ന് പറഞ്ഞു. ഇത് എനിക്കും എൻ്റെ കുടുംബത്തിലുള്ളവർക്കും മാത്രമേ ഇത് അറിയത്തുള്ളൂ. അദ്ദേഹം പറഞ്ഞ ഡേറ്റിന് ഞാൻ തിരികെ വിളിച്ചു പറഞ്ഞു, നിന്റെ ക്യാൻസലേഷൻ ലെറ്റർ റെഡിയാണ്, വേണമെങ്കിൽ ഓഫീസിൽ എത്തിക്കുന്നതിന് മുമ്പ് നാളെ നിനക്ക് അതിന്റെ കോപ്പി ഞാൻ തരാം, നീ മസ്കറ്റിൽ വരാൻ പറഞ്ഞു. ഇബ്രാഹിം എന്ന് പറയുന്നിടത്ത് 2 മണിക്കൂറോളം യാത്രയുണ്ട്. എനിക്ക് ഈ മനുഷ്യനെ അറിയത്തില്ല, ഇവരെല്ലാം ഒരുപോലത്തെ ഡ്രസ്സാണ് ഇടുന്നത്. ഞാൻ എന്ത് വിശ്വസിച്ചുകൊണ്ടാണ് പോകുന്നത്? ഏതായിരുന്നാലും ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുമായിട്ട് ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ ഇടുന്ന ഡ്രസ്സിന്റെ കളർ പറ, ഞാൻ താഴെ വന്നാൽ ലെറ്റർ തരാം. ദൈവത്തിന് പ്രവർത്തിക്കാൻ ദൈവം തുടങ്ങുമ്പോൾ ഏത് ഓഫീസറെയും താഴെ ഇറക്കാനും നമ്മുടെ അടുത്ത് കൊണ്ടുവരുവാനും നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. അങ്ങനെ അദ്ദേഹം താഴെ ഇറങ്ങി വന്നപ്പോൾ ഈ ലെറ്റർ അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യാം, മറ്റൊരാളുടെ അടുക്കൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളുടെ അടുക്കൽ കൊണ്ട് ചെന്നിട്ട് നീ വായിച്ച് എൻ്റെ ട്രാൻസ്ലേഷൻ എടുത്തിട്ട് വന്നിട്ട് നീ വിശ്വസിച്ചാൽ മതി. ഞങ്ങൾ അങ്ങനെ അവിടെ ഒരു അടുത്തുള്ള ഞങ്ങൾക്ക് അറിയാവുന്ന ഒരാള് ഇംഗ്ലീഷ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടെ അത് ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ഹ്യൂമനൈസേഷൻ ക്യാൻസൽ ചെയ്തിരിക്കുന്നു, നിനക്ക് ജോലിയിൽ കണ്ടിന്യൂ ചെയ്യാമെന്നും വിസ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ള ലെറ്റർ ആയിരുന്നു ദൈവം എൻ്റെ കയ്യിൽ അന്ന് തന്നത്. എല്ലാവരും ഞാനിപ്പം പോകുമെന്നും പറഞ്ഞ് നോക്കി നിന്നതാണ്. പക്ഷെ അവരുടെയൊക്കെ മുമ്പിൽ അവർ നോക്കിയപ്പോൾ പറയുന്ന ഡേറ്റിന് എനിക്ക് ഹ്യൂമനൈസേഷന്റെ ഡേറ്റ് തന്ന ടൈമിനകം എൻ്റെ അമ്മ ഒമാനിലെത്തി. എല്ലാവരും അതിശയിച്ച് നിൽക്കും, ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇവളിപ്പോ തിരിച്ചു പോകാനുള്ളതാണല്ലോ. പക്ഷെ ദൈവം ഒരു നന്മ ചെയ്യാമെന്ന് വാക്ക് പറഞ്ഞാൽ ദൈവം ചെയ്യും. വിശ്വാസത്തോടെ നമ്മൾ ചുവട് വെക്കുമ്പോൾ, കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് വിശ്വാസത്തോടെ ചുവട് വെക്കുമ്പോൾ നമുക്ക് മുമ്പിലുള്ള യോർദാൻ പിൻവാങ്ങുക തന്നെ ചെയ്യും. നമ്മളെ മുക്കിക്കളയുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കില്ലെന്നും നമ്മളെ ലജ്ജിപ്പിക്കുകയില്ലെന്നും കർത്താവ് ഞങ്ങൾക്ക് ഹല്ലേലൂയ സ്തോത്രം അതിലൂടെ ഉറപ്പ് തരുവാനായിട്ട് ഒന്നുകൂടെ ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു. അങ്ങനെ ഞങ്ങളവിടെ ജോലി തുടരുകയും കർത്താവിന്റെ കൃപയാൽ ഹല്ലേലൂയ സ്തോത്രം 2005 വരെ ഞങ്ങൾ ആ ദേശത്ത് ജോലിയിൽ തുടരുവാൻ കർത്താവ് കൃപ ചെയ്തു. സിസ്റ്റർ, 1 മണിക്കൂർ 10 മിനിറ്റോളമായി ഞാൻ കണ്ടിന്യൂ ചെയ്യണോ അതോ? സാക്ഷ്യം പറയാം, എല്ലാം പറയാം സിസ്റ്റർ, ടൈം നോക്കണ്ട, സാക്ഷ്യം പറയാം. ഓക്കെ. തൊണ്ണൂറ്റിയേഴിലാണ് എൻ്റെ ആദ്യത്തെ മോളുണ്ടാകുന്നത്. 97 തന്നെയാണ് ഈ സംഭവം, 98 ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ ഞാനും കുടുംബവുമായിട്ട് അവിടെ താമസിക്കുന്ന സമയത്ത് വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, ഞാൻ രണ്ടാമതും കൺസീവ് ചെയ്തു. സ്കാനിങ്ങിലൊന്നും ഒരു ബുദ്ധിമുട്ടും ഒരു പ്രയാസവും ആരും പറഞ്ഞില്ല, ഒരു ഡോക്ടേഴ്സും ഒന്നും പറഞ്ഞില്ല. പക്ഷേ മോളുടെ രണ്ടാമതും കർത്താവ് ഞങ്ങൾക്ക് 99 മാർച്ച് മാസം 27 തീയതി ഞങ്ങൾക്കൊരു മോളെ കൂടെ കർത്താവ് തന്നു. ആ കുഞ്ഞിനെ കയ്യിൽ കിട്ടിയപ്പോഴും ഞങ്ങൾക്കൊരു കുറവോ കുറ്റമോ ഉള്ളതായിട്ട് തോന്നിയില്ല. പക്ഷെങ്കിൽ ഈ കുഞ്ഞ് പാല് കുടിക്കുന്നില്ലായിരുന്നു. പിറ്റേ ദിവസം എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞാനന്ന് ഡെലിവറി ആയി കിടക്കുന്നത്.
ആ രാത്രിയിൽ ഈ കുഞ്ഞ് പാല് കുടിക്കുന്നില്ലാത്തത് കൊണ്ട് ഇവളെ നഴ്സറിയിലോട്ട് അങ്ങ് കൊണ്ടുപോയി. ടൈമിന് ഡേറ്റും ഒക്കെ കറക്റ്റ് ആയിരുന്നു, വെയിറ്റ് ഇച്ചിരി കുറവായിരുന്നു. അവളെ നഴ്സറിയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞപ്പം അവിടെയുള്ള നേഴ്സിന് ഒരു സംശയം തോന്നി, ഈ കുഞ്ഞ് നോർമലായിട്ടുള്ള കുഞ്ഞാണോ എന്നുള്ളതൊരു സംശയം. അങ്ങനെ അവരെല്ലാവരും, ഞാനിത് അറിയുന്നില്ല, ഡോക്ടേഴ്സിനെ എല്ലാം വിളിച്ചു കാണിച്ചപ്പോൾ അവരെല്ലാം സ്ഥിരീകരിച്ചു എൻ്റെ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ആണ്. മാത്രമല്ല ഇവൾക്ക് പല തരത്തിലുള്ള കോംപ്ലിക്കേഷൻ ഉണ്ട്. ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, പാല് കുടിക്കത്തില്ല, സക്കിംഗ് റിഫ്ലക്സ് ഇല്ല, സോളോയിങ് റിഫ്ലക്സ് ഇല്ല, ഡൗൺ സിൻഡ്രോമിൻ്റെ എല്ലാ ലക്ഷണങ്ങളുമുണ്ട്. ഒരു എല്ലാ വിധത്തിലും ഡൗൺ സിൻഡ്രോം ഫുള്ളി അഫക്റ്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് ഇതെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നോട് പറയാനുള്ള ധൈര്യം അവർക്കില്ലായിരുന്നു, കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റൽ തന്നെയാണല്ലോ. ഈ കുഞ്ഞിനെ നഴ്സറിയിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം, കുഞ്ഞുണ്ടായി പിറ്റേ ദിവസം ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടാണ് എഴുന്നേൽക്കുന്നത്. 2-3 സ്വപ്നം ഒരുമിച്ച് കണ്ടു. ഒന്നിനകത്ത് എൻ്റെ സൂപ്പർവൈസർ, ഒരു മലയാളി സിസ്റ്ററുണ്ട്, വിശ്വാസിയാണ്, ഓടി വന്നിച്ച് എന്നോട് ചോദിക്കുന്നു, മത്സമം ഉറങ്ങിയായിരുന്നോ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നതെന്നല്ലേ സിസ്റ്ററെ വചനം, അതുകൊണ്ട് ഞാൻ സമാധാനത്തോടെ ഉറങ്ങി. ഇതാണ് സ്വപ്നത്തിൽ പറയുന്നത്. രണ്ടാമത് ഞാൻ കാണുന്നതും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ കൊളീഗ്സ് എല്ലാം നിന്നുകൊണ്ട് കരയുന്നു, എന്നിട്ട് പറയുന്നു, ഇവര് കരയുന്നു. പിന്നെ മൂന്നാമത് കാണുന്നത് വീണ്ടും മറ്റു ചില കൊളീഗ്സ് പറയുന്നു, ദൈവത്തിന് മാത്രമേ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നു. ഈ 3 സ്വപ്നം കണ്ടുകൊണ്ട് ഞാനിങ്ങനെ ചഞ്ചലപ്പെട്ട് എഴുന്നേറ്റിരിക്കുന്ന സമയത്താണ് ഞാൻ കണ്ടതുപോലെ തന്നെ ഈ സിസ്റ്റർ എൻ്റെ അടുക്ക വന്ന് ചോദിച്ചു, വത്സമ ഉറങ്ങിയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ വാക്യം തന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ട് പറഞ്ഞു, സിസ്റ്ററെ ഞാൻ ഉറങ്ങി, ഞാൻ സമാധാനത്തോടെ ഉറങ്ങും. കർത്താവല്ലേ നമ്മളെ നിർഭയം വസിക്കുമാറാക്കുന്നത്. സിസ്റ്ററിന് ഒന്നും പറയാനുള്ള ധൈര്യമില്ല, കാരണം മുഴുവൻ ഹോസ്പിറ്റലിൽ, ഞാൻ ഒഴികെ മുഴുവൻ ഹോസ്പിറ്റലിന്റെ കാര്യം അറിയാമായിരുന്നു. അങ്ങനെ ഈ സ്വപ്നം കണ്ടു കഴിഞ്ഞ് ഞാൻ ഒന്നുകൂടെ നോക്കി, ഇച്ചിരി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ കണ്ട 2 കൊളീഗ്സ് നിന്നുകൊണ്ട് കരയുന്നു. അപ്പൊ എനിക്ക് തോന്നി എൻ്റെ കുഞ്ഞിന് ഏതാണ്ട് പ്രശ്നമുണ്ടോ. ഞാൻ ഓടി നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കൺസൾട്ടന്റ്, ഗൈനക്കോളജിസ്റ്റ് എല്ലാവരും കൂടെ ഓടി വന്നിച്ച്, വത്സമയുടെ കുഞ്ഞെന്തെന്ന് ചോദിച്ചുകൊണ്ട് ഓടി വരിക. അപ്പൊ ഞാനിങ്ങനെ മാറി നിന്ന്, ഇവരെന്തിനാ എൻ്റെ കുഞ്ഞിനെ കാണാനായിട്ട് ഗൈനക്കോളജിസ്റ്റ് വരുന്നേ? അങ്ങനെ അടുത്ത് ഞാനിങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ എല്ലാവരും ഗൈനക്കോളജിസ്റ്റിനോട് പറയുന്നുണ്ട്, മിണ്ടല് വത്സമ ഇവിടെ നിൽപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും നിശബ്ദരായി കുഞ്ഞിനെ കണ്ടു. ഓ, ഷീസ് മൂവിങ് ഹെർ ഹാൻഡ് എന്നൊക്കെ മാത്രം 1-2 കമന്റ് മാത്രം പറഞ്ഞിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പം അവിടെയുള്ള നേഴ്സ് ഇൻചാർജിനോട് ഞാൻ ചോദിച്ചു, സിസ്റ്റർ എന്താ പ്രശ്നം, എൻ്റെ കുഞ്ഞിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചപ്പം എന്നോട് പറഞ്ഞു, വത്സം വന്ന് നോക്കിക്കേ, കണ്ടിട്ട് എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ ഞാൻ എൻ്റെ കുഞ്ഞിനെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇവള് ഡൗൺ സിൻഡ്രോം ആണെന്നുള്ളത്. ഞാൻ അങ്ങോട്ട് ചോദിച്ചു, സിസ്റ്റർ എൻ്റെ കുഞ്ഞ് ഡൗൺ സിൻഡ്രോം ആണോ? നമുക്കൊരു ഡൗട്ടുണ്ട്, ടെസ്റ്റുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രം പറഞ്ഞിട്ട് ഞാൻ അത് കേട്ടു. എൻ്റെ ഹൃദയത്തിൽ കൂടെ ഒരു വാള് കയറിപ്പോയി എന്ന് വേണേ പറയാം. കാരണം ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ കുടുംബത്തിലോ ആ ദേശത്തൊന്നും അങ്ങനെ ഒരു കുഞ്ഞില്ല. ഞാൻ ഓർത്ത്, എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം? ഞാൻ അവിടെ നിന്ന് ഓടി ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ വീട് തൊട്ടടുത്താണ്, എന്നെ വന്ന് വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോകണം. അപ്പം എന്താ കാര്യം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ വീട്ടിലോട്ടൊന്ന് കൊണ്ടുപോകണം. പോകുന്ന വഴിക്ക് ഡൗൺ സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞിട്ട് ഹസ്ബൻഡിനൊന്നും മനസ്സിലാകുന്നില്ല. ഞാൻ അധികം ഒന്നും എക്സ്പ്ലെയിനും ചെയ്യാൻ പോയില്ല. എൻ്റെ മനസ്സിൽ പിശാച് കൊണ്ടുവരുന്ന ഒരു രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ എന്താ പറയുന്ന, വായും പൊളിച്ച് തുപ്പല് ഒലിപ്പിച്ച കണ്ണും പീളകെട്ടി കിടക്കുന്ന ഒന്നും മേലാത്തൊരു കുഞ്ഞിന്റെ പിക്ചറാണ് എൻ്റെ മനസ്സിലോട്ട് പിശാച് കൊണ്ടുവരുന്നത്. ഞാനത് കണ്ട് സത്യം പറഞ്ഞാൽ ഭയപ്പെട്ടു. ഞാൻ ഓർത്തു, എന്തു ചെയ്യും, ഞാൻ ഇങ്ങനത്തെ ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തും? എനിക്ക് അതിനുള്ള കൃപ കൊണ്ടോ, എനിക്ക് ഈ കുഞ്ഞിനെ എന്നെ വളർത്താൻ പറ്റുമോ എന്നൊക്കെ ഓർത്ത് വീട്ടിൽ ചെന്ന് ഞാൻ രണ്ടാമത്തെ ദിവസമാണ് വീട്ടിലോട്ട് പോയി. ഡിസ്ചാർജ് എടുത്തില്ല, അല്ലാതെ ജസ്റ്റ് വീട്ടിലോട്ട് പോയി 2 മണിക്കൂറിൻ്റെ ടൈം ചോദിച്ച് വീട്ടിലോട്ട് പോയി. ഞാൻ വീട്ടിൽ ചെന്ന് മുട്ടയിലിരുന്ന് ദൈവത്തോട് നിലവിളിച്ചു, കർത്താവേ, അന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു മുറി പാസ്റ്റേഴ്സിന് വേണ്ടി മാറ്റിയിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങളല്ല പാസ്റ്റർ, പക്ഷേ ഞങ്ങളുടെ വീട്ടിലെ ഒരു മുറി പാസ്റ്റേഴ്സിന് വേണ്ടി മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് പാസ്റ്റേഴ്സ് വരുന്നവർക്ക് വേണ്ടിയിട്ട് ആ മുറിയിൽ കയറിയിരുന്നു കൊണ്ട് ഞാൻ ദൈവത്തോട് നിലവിളിച്ചിട്ട് ചോദിച്ചു, കർത്താവേ, എന്തിനാ
നീ എനിക്കൊരു മറുപടി തരത്തില്ല, നീ എനിക്കൊരു വ്യത്യാസം തരത്തില്ലയോ? ഇതിന്റെ ബാക്കി കോംപ്ലിക്കേഷൻ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. എന്തായിത്തീരും, എങ്ങനെ ആയിത്തീരുമെന്ന് അറിയാതെ വല്ലാതെ ഞാൻ ഭാരപ്പെട്ടു. എൻ്റെ അമ്മ പറഞ്ഞു, നീ മുട്ടയിലിരിക്കരുത്. നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പ്രസവം കഴിഞ്ഞാൽ 56 ദിവസം നീണ്ടു നിവർന്ന് കിടക്കണമെന്നും അങ്ങനെയൊക്കെയുള്ള പല ചിട്ടകളും നിയമങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ല, എൻ്റെ സൃഷ്ടാവിന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്, എൻ്റെ കുഞ്ഞിനെ സൃഷ്ടിച്ചവന്റെ മുമ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മ പറഞ്ഞു, ജീവകാലം നിന്റെ നടുവിന് വേന മാറത്തില്ല, മുട്ടയിലിരിക്കരുത്, കരയരുത്, തലവേദന മാറത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് കരയാനേ ഇപ്പൊ അറിയത്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ദൈവസന്നിധിയിൽ കരയുവാണെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് നിലവിളിക്കുവാൻ തുടങ്ങി. ഞങ്ങൾ കുടുംബമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവിന്റെ സന്നിധിയിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. തിരികെ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു. എന്നും കുഞ്ഞിനെ പോയി കാണും. ഞാൻ പീഡിയാട്രിക് കൺസൾട്ടന്റിനോട് ചോദിച്ചു, ഡോക്ടർ എന്താ കാര്യം പറയാം, എൻ്റെ കുഞ്ഞിന് എന്നാ പ്രോബ്ലം? നോക്കി കഴിഞ്ഞപ്പോൾ ECG ശരിയല്ല, ഹാർട്ടിന് പ്രോബ്ലം ഉണ്ട്, എല്ലാ വിധത്തിലും ഇവള് പാല് കുടിക്കുന്നില്ല, ട്യൂബിട്ട് പാല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, വയറ് വീർത്തതാണ്, വയറ്റിൽ നിന്ന് പോകുന്നില്ല, മൂത്രമൊഴിക്കുന്നില്ല, എല്ലാ വിധത്തിലും വളരെ അബ്നോർമൽ ആയിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. അവിടുത്തെ മദേഴ്സ് റൂമില് എല്ലാ ദിവസവും ഞാൻ മുട്ടുകുത്തും. ഞാൻ ദൈവത്തോട് പറയും, കർത്താവ് നീ എനിക്ക് വേണ്ടി ഇറങ്ങി വന്നേ പറ്റത്തുള്ളൂ. ഞാൻ പറയും, കർത്താവ് സ്വർഗം നിന്റെ സിംഹാസനം, ഭൂമി നിന്റെ പാദപീഠം എന്ന ദൈവത്തിന്റെ വചനമാണെങ്കിൽ നിന്റെ പാദപീഠത്തിൽ ഞാൻ മുട്ടുകുത്തിയിരിക്കുകയാണ്. ഈ പാദത്തിൽ ഞാൻ പിടിച്ചു പ്രാർത്ഥിക്കണം. വിശ്വാസത്തോടെ ഞാൻ എൻ്റെ കർത്താവിന്റെ കാല് കാണുമായിരുന്നു, വിശ്വാസത്തോടെ ഞാൻ കർത്താവിന്റെ കാല് പിടിക്കുമായിരുന്നു. അങ്ങനെ ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരാഴ്ചയിലോളം അവര് ഇൻക്യുബേറ്ററിൽ ഇട്ടേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇവിടെ കിടന്നാൽ ഹോസ്പിറ്റൽ ബില്ല് കൂടത്തേ ഉള്ളൂ, ഇട്ടിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പം ഞാൻ തന്ന കൺസൾട്ടന്റിനോട് ചോദിച്ചു, അവളുടെ കൺസൾട്ടന്റിനോട് ചോദിച്ചു, ഈ കുഞ്ഞിനെ കൊണ്ട് കുളിപ്പിക്കാൻ പറ്റുമോ? അൽസ്മ എന്താന്ന് വെച്ചാൽ ചെയ്തോ, യു ജസ്റ്റ് ടേക്ക് കെയർ ഓഫ് ഹർ ലൈക്ക് അതർ ചൈൽഡ്, ഷീ മേ നോട്ട് സർവൈവ് മോർ ദാൻ എ മന്ത്. 1 മാസത്തിലധികം ഈ കുഞ്ഞ് ജീവിക്കാനുള്ള സാധ്യത ഇല്ല എന്നുള്ള പറഞ്ഞൊരു കുഞ്ഞുമായിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. വീട്ടിൽ ചെന്നു എല്ലാ ദിവസവും എൻ്റെ സഭ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് വരും. പാസ്റ്റർ തമ്പിയും വൈഫ് റീബിയും അവരുടെ കുടുംബവും കുഞ്ഞുങ്ങളും സഭയിലുള്ളവരും എല്ലാം വീട്ടിൽ പ്രാർത്ഥിക്കാനായിട്ട് വരും. എല്ലാവരും ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കും. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയാണ്. അങ്ങനെ കുഞ്ഞിന് വേണ്ടിയിരുന്ന് പ്രാർത്ഥിക്കും. ഒരു 2 ആഴ്ച ഇവള് പാല് കുടിക്കുന്നില്ലല്ലോ. ഇപ്പൊ നഴ്സറി സ്റ്റാഫൊക്കെ എനിക്ക് ഫ്രണ്ട്സ് ഉണ്ട്, അവർ വന്ന് ഒരു ഡ്രോപ്പ് ഫീഡ് കൊടുക്കും, കുറേശ്ശെ ആയിട്ട് കപ്പിൽ ഫീഡ് ചെയ്ത് കൊടുക്കും. ഇവരങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു കുടിച്ചതിലും 3 ഇരട്ടി ഇവള് ഛർദ്ദിക്കും. വയറ്റിലൊന്നും തന്നെയില്ല, ഞാൻ പറഞ്ഞില്ല, മൂത്രം ഒഴിക്കുന്നില്ല, വയറ്റിൽ നിന്ന് പോകുന്നില്ല, അങ്ങനെ എല്ലാ വിധത്തിലും കുഞ്ഞ് അഫക്റ്റഡ് ആണ്. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, ദാസന്മാരുടെ കണ്ണയജമാനന്റെ പക്കലേക്കും ദാസിമാരുടെ കണ്ണയജമാനത്തിന്റെ കയ്യിലേക്കും എന്ന പോലെ കർത്താവെ ഞാൻ എൻ്റെ കണ്ണ് നിന്റെ പക്കലേക്ക് ഉയർത്തുകയാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവിനെ നിർത്തി, നീ ഇന്ന് ദാസിയാണോ, ഇന്ന് മകളാണോ? ഞാൻ പറഞ്ഞു, കർത്താവ് ഇന്ന് ഞാൻ ദാസിയല്ല, നിന്റെ മകളാ. പറഞ്ഞു, മക്കളെങ്കിൽ നീ അവകാശം പറയാൻ പറഞ്ഞു, അവകാശം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അന്നു മുതൽ ദാസിയുടെ കരച്ചിൽ നിർത്തി, ദാസന്റെ കരച്ചിൽ നിർത്തി. ഞാൻ വിശ്വാസം പ്രഖ്യാപിക്കുവാൻ തുടങ്ങി, വിശ്വാസത്തോടെ പറയുവാൻ തുടങ്ങി. അന്ന് രാത്രി ഒരു ദിവസം എന്നോട് കർത്താവ് സംസാരിച്ച ഈ ദിവസം വൈകുന്നേരമായപ്പോഴത്തേക്ക് ഏതാണ്ട് 4 ദിവസമായി ഇവള് മൂത്രം ഒഴിച്ചിട്ടും വയറ്റിൽ നിന്ന് പോയിട്ടും അന്ന് രാത്രി ഞാൻ വിശ്വാസത്തോടെ പറഞ്ഞു, എൻ്റെ കുഞ്ഞ് മറ്റു കുഞ്ഞുങ്ങളെ പോലെ ആയിത്തീരും, ഇവൾ ജീവിക്കും, ഇവൾ ജീവനോടെയിരിക്കും എന്ന് ഞാൻ വിശ്വാസത്തോടെ സംസാരിക്കാൻ, പ്രാർത്ഥനയിൽ ഞങ്ങളുടെ സഹോദരങ്ങളോടൊപ്പം സംസാരിക്കാൻ തുടങ്ങി, വിശ്വാസം പറയാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് ദൈവമക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇവള് മൂത്രം ഒഴിച്ചു, ഇവളുടെ ബൗൽ ഓപ്പണായി, ആ ഒരു രീതിയിൽ നോർമലായി തീർന്നു. 28ാമത്തെ ദിവസം എൻ്റെ കുഞ്ഞിനെ നോക്കി ചിരിച്ചു. ഇവളെ എടുത്ത് ഞാൻ ചിരിക്കാറില്ലായിരുന്നു, കാരണം ഉള്ളിലെ വേദന എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. 1 മാസമേ കുഞ്ഞ് ജീവിച്ചിരിക്കുള്ളെന്ന ഡോക്ടേഴ്സിന്റെ വിധി എഴുത്ത്. അപ്പൊ എനിക്ക് കുഞ്ഞിനെ നോക്കി ചിരിക്കാൻ പറ്റത്തില്ല, ഏത് സമയം എന്ത് സംഭവിക്കാം എന്നുള്ള ഭയത്തിലിരിക്കുമ്പം ഞാൻ ഇവളെ ഇങ്ങനെ എടുത്തിട്ട് എൻ്റെ പല്ലിങ്ങനെ ചിരിച്ച് കാണിക്കും. പക്ഷെ ചിരിക്കുകയല്ലായിരുന്നു, വാസ്തവത്തിൽ ഞാൻ ഇവളെ നോക്കി ചിരിക്കുകയല്ലായിരുന്നു. പക്ഷെ 28ാമത്തെ ദിവസം എൻ്റെ കുഞ്ഞ് ചിരിച്ചു. അതൊരു ഇരുട്ടുള്ള മുറിയിലേക്ക് ഒരു സ്വിച്ച് ഇട്ട് ലൈറ്റ് ഓൺ ആക്കി കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും അതുപോലെ
പരിശുദ്ധാത്മ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവളുടെ ആദ്യത്തെ ചിരി കൊണ്ടുവന്നത്. അത് ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ആ പ്രാർത്ഥനയിൽ കർത്താവ് ആ ചിരി ഞങ്ങളെ മൊത്തത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുവാനായിട്ടിടയായി. ഞങ്ങളുടെ ഇരുണ്ട് കിടന്ന മുറിയിൽ ഒരു വലിയ വെളിച്ചം പ്രകാശിച്ചതുപോലെ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നത്തേതിലുള്ളതെല്ലാ പ്രാർത്ഥനകളും വിശ്വാസത്തിന്റെ പ്രഖ്യാപനമായിരുന്നു. ഇടയ്ക്കൊക്കെ ഭയപ്പെടാറുണ്ട്, ഇടയ്ക്കൊക്കെ സങ്കടം തോന്നാറുണ്ട്, കരയാറുണ്ട്, ഇല്ലെന്നല്ല പറയുന്നത്. കൂടുതലും വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളായിരുന്നു. അങ്ങനെ ഇരുന്നു ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ എല്ലാ മാസവും കുഞ്ഞിന്റെ മൈൽ സ്റ്റോൺ ആകുമ്പോൾ പറയും, ഇന്ന മൈൽ സ്റ്റോണിൽ ഇന്ന മാസത്തിൽ ഇവൾ ഇന്നത് ചെയ്യും, ഇന്ന മാസത്തിൽ ഇവൾ ഇന്നത് ചെയ്യും. വിശ്വാസത്തോടെ പ്രഖ്യാപിക്കുവാൻ തുടങ്ങി. മറ്റു കുഞ്ഞുങ്ങളെ നോക്കുമ്പോൾ പറയും, ആ കുഞ്ഞിനെ പോലെ എൻ്റെ മോളും ചെയ്യും, ഈ കുഞ്ഞിനെ പോലെ എൻ്റെ മോളും ചെയ്യും. അങ്ങനെ വിശ്വാസത്തോടെ കാര്യങ്ങൾ പ്രഖ്യാപിച്ച് 4-ാം മാസം എൻ്റെ കുഞ്ഞ് കവിണ്ണ് വീണ് നീന്താൻ തുടങ്ങി. പ്രൈസ് ഗോഡ്. 8-ാം മാസം ഇവളെ എഴുന്നേറ്റിരുന്നു. ഒറ്റ വയസ്സ് തികഞ്ഞപ്പോൾ ഇവൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. പുസ്തകം പറയുന്ന അനുസരിച്ച് എല്ലാ മൈൽ സ്റ്റോണുകളും വളരെ ഡിലേഡ് ആയിരിക്കും. പക്ഷെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, 1.5 വയസ്സായപ്പോൾ ഇവളുടെ വാ നിറച്ച് നല്ല മനോഹരമായ പല്ലുകൾ കർത്താവ് കൊടുത്തു. ദൈവത്തോട് ഓരോ കാര്യങ്ങളും, ഓരോ മൈൽ സ്റ്റോൺ വരുമ്പോൾ കർത്താവിന്റെ വചനമുള്ളത് കൊണ്ട് വിശ്വാസത്തോടെ മക്കളെന്നുള്ള പദവിയോടെ, വിശ്വാസത്തോടെ, ധൈര്യത്തോടെ വചനം പ്രസ്താവിച്ചു തുടങ്ങി. മുറിയിൽ മുഴുവൻ വചനം എഴുതി ഒട്ടിച്ചു. ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ ഇങ്ങനെ എഴുതി ഒട്ടിക്കും. വിശ്വാസത്തോടെ അത് പറയാം, കർത്താവ് ഇത് ചെയ്യും. അങ്ങനെ വചനത്തിന്റെ ശക്തി എൻ്റെ കുഞ്ഞിന്റെ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി, മാറ്റം വരുത്തി. ചുരുക്കി പറഞ്ഞാൽ അവളോടുള്ള വാഗ്ദത്തത്തിലാണ് ഞങ്ങൾ ഇന്ന് UK മണ്ണിലായിരിക്കുന്നത്. അവളെ ഉണ്ടായ സമയത്ത് അവളെയോ കണ്ടിട്ടില്ലാത്ത ഒരു ദേവദാസൻ അഡ്മിറ്റായ സമയത്ത് മറ്റൊരു കാര്യം കൂടെ സംഭവിച്ചിരുന്നു. ഇവളുടെ ബിലിറുബിൻ ഒത്തിരി കൂടുതലായിരുന്നു. ജോണ്ടിസ് കൂടി കുഞ്ഞിന്. ഞാൻ നെഗറ്റീവും ഇവൾ പോസിറ്റീവ് ഗ്രൂപ്പുമാണ്. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇവൾക്ക് ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. 2 ദിവസം ആയ കുഞ്ഞിന് ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. ഞാൻ ബ്ലഡ് എക്സ്ചേഞ്ചിന് എതിരൊന്നുമല്ല, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ഞാൻ വിരോധമല്ല. ഞാനും ഒരു നേഴ്സാണ്. പക്ഷെങ്കിൽ എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ മേൽ മറ്റൊരു അമ്മാനിയുടെ ബ്ലഡ് കയറുക എന്ന് പറയുന്നത് എനിക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു അങ്ങയുടെ രക്തമായി എന്നിലൂടെ ഒഴുകുന്നത്, എൻ്റെ കുഞ്ഞിലേക്ക് ചെന്നിരിക്കുന്നത് എന്നിൽ നിന്നുള്ള അംശമാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ മേൽ മറ്റൊരു രാജ്യക്കാരുടെ, മറ്റൊരാളുടെ രക്തം കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ, ദൈവകൃപയാൽ അവൾക്കൊരു ബ്ലഡ് എക്സ്ചേഞ്ച് ചെയ്യാതെ കർത്താവ് അവളെ സൗഖ്യമാക്കി. ഈ അസുഖം നടക്കുന്ന സമയത്ത് ഞങ്ങളന്ന് ഹോസ്പിറ്റലിലാണ്. അന്ന് കൂട്ടായ്മയ്ക്ക് വന്നൊരു ദേവദാസൻ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് ഓർക്കുന്നില്ല, എൻ്റെ ഭർത്താവിൻ്റെ തലയിൽ കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ കുഞ്ഞിൻ്റെ രക്തത്തെയും രക്താണുക്കളെയും ബാധിച്ചിരിക്കുന്ന ഒരു രോഗമുണ്ട്, അത് രോഗമല്ല, ശത്രു അവളുടെ മേൽ പോരാടിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രോഗത്തെ ശാസിക്കാനിടയായി. ആ രോഗം അവൾ വിട്ടുമാറുവാനായിട്ടും ഇടയായി. പിന്നത്തേതിൽ മറ്റൊരു ദേവദാസൻ വീട്ടിൽ വന്നിട്ട് ഞങ്ങളോട് ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞു, ഇവളെ മറ്റൊരു രാജ്യത്തേക്ക്, ഒരു ഇസ്രായേലിൽ നിന്ന് ന്യായപാലനം ചെയ്ത ദെബോരയെ പോലെ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും, അവിടെ വെച്ച് മൂഢജാതിക്ക് എരിവ് വരുത്തും എന്ന് പറഞ്ഞൊരു വാഗ്ദത്വവും കുഞ്ഞിന്റെ മേൽ കർത്താവ് കൊടുത്തിരുന്നു. ആ വാഗ്ദത്വത്തിന്റെ പേരിലാണ് ഞങ്ങൾ ഇന്ന് ഈ നാട്ടിൽ നിൽക്കുന്നത്. ഇന്ന് അവൾക്ക് 25.5 വയസ്സായി. വൈദ്യശാസ്ത്രം 1 മാസം പോലും ജീവൻ കിട്ടുമെന്ന് കരുതിയിരുന്നല്ല. പക്ഷേ കർത്താവ് അവളെ ഇവിടെ കൊണ്ടുവന്നു. ഇന്ന് അവൾ 2 ഭാഷ സംസാരിക്കും, മലയാളവും ഇംഗ്ലീഷ് സംസാരിക്കും. എല്ലാ വാക്കുകളും ക്ലിയർ അല്ല, കംപ്ലീറ്റ്ലി അവള് ഫുൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുമെന്നല്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരു താങ്ങും തണലുമായിട്ട് ഇന്ന് അവളാണ് കൂടെയുള്ളത്. മനസ്സിലായി. 25 വയസ്സായി. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിൽ മോളെ ഒന്ന് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊപ്പം നിന്ന് ചെയ്യാൻ. അവൾക്ക് പാടാൻ ഇഷ്ടമാണ്. ഞങ്ങളുടെ വർഷിപ്പ് ടീമിലൊക്കെ ഉണ്ട് പാടാനും.
എല്ലാത്തിനും ആൾ കയറും. ഭയങ്കര സന്തോഷവതിയായിട്ട് കർത്താവ് അവളെ കൊണ്ടു നടക്കുന്നു. അവളിലൂടെ കർത്താവ് ഞങ്ങൾക്ക് ദേശത്ത് നന്മകളും തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കർത്താവ് ആ കുഞ്ഞിനെ മാനിച്ചു. ഞാൻ പറഞ്ഞ മൂത്ത മോള് ഇന്ന് അവളൊരു മെഡിക്കൽ ഡോക്ടറാണ്. വൈദ്യശാസ്ത്രം ആദ്യമേ വിധി എഴുതിയ മോൾ ഇന്ന് അവളൊരു മെഡിക്കൽ ഡോക്ടറാണ്. കർത്താവിന്റെ കൃപയാൽ അവളും ഇവിടെ ദേശത്ത് ജോലിയിലായിരിക്കുന്നു. മൂന്നാമത്തെ കുഞ്ഞിന്റെ ചരിത്രം, പിന്നെയും ഞങ്ങൾ ഇനി ഒരു കുഞ്ഞിനെ വേണ്ട എന്നൊക്കെ കരുതിയിരിക്കുന്ന സമയത്താണ് പിന്നെയും ഞാൻ കൺസീവ് ആകുന്നത്. കൺസീവ് ആയ സമയത്ത് എനിക്ക് ഭയങ്കര ഭയമായി. കാരണം ഞാൻ എന്തു ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രഗ്നൻസി പോസിറ്റീവ് ആണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ എൻ്റെ അറിവില്ലായ്മയിൽ ദൈവത്തോട് പറയാൻ തുടങ്ങി, കർത്താവേ 2 മിസ്കാരേജ് കഴിഞ്ഞല്ലോ. അന്ന് ഞാൻ സങ്കടപ്പെട്ടു. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് അങ്ങോട്ട് പറയുക, ഈ കുഞ്ഞിനെ നീ തിരിച്ചെടുക്കണം. കാരണം എനിക്ക് ഇനി ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഒരു നാണക്കേട് സഹിക്കാൻ എനിക്കൊണ്ട് പറ്റത്തില്ല. പുറത്തുനിന്ന് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ പരിഹാസവും നിന്നെ ഒന്നും എനിക്ക് സഹിക്കാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് ഈ കുഞ്ഞിനെ നീ തിരികെ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ ഞാൻ ചില ദിവസങ്ങൾ കരഞ്ഞു. അങ്ങനെ ഒരു ദിവസം കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ പാട്ട് പാടുകയാണ്. പരമപിതാവിന് സ്തുതി പാടാം, അവനല്ലോ ജീവനെ നൽകിടുന്നു എന്നുള്ള പാട്ടുപാടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവസാനം വന്നപ്പോൾ അവനല്ലോ ജീവനെ നൽകിടുന്നു, അവനല്ലോ ജീവനെ നൽകിടുന്നു എന്നുള്ള ലൈൻ ഇങ്ങനെ പാടി 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 കൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. ഞാൻ തന്ന ജീവൻ തിരിച്ചെടുക്കാൻ പറയാൻ നീ ആരാ എന്നൊരു ചോദ്യം എൻ്റെ ഉള്ളത്തിലോട്ട്. ഞാൻ ദൈവത്തോട് ക്ഷമ പറഞ്ഞു, കർത്താവെ ഞാൻ അറിവില്ലാതെ പറഞ്ഞു പോയതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തോട് ഞാൻ ക്ഷമ പറഞ്ഞു. അങ്ങനെ ആ പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുക. ഉള്ളിൽ നല്ല ഭയമുണ്ട് എന്തായി തീരുമെന്ന്. 20ാമത്തെ ആഴ്ച അനോമാലി സ്കാനിന് വേണ്ടി പോകുമ്പം ഞങ്ങൾ മസ്കറ്റിൽ പോകണം, മെയിൻ ഹോസ്പിറ്റലിലേക്ക് പോകണം. അവിടെ പോകുന്ന സമയത്ത് പോകുന്നതിൻ്റെ വെള്ളിയാഴ്ചയാണ് ഈ സ്കാന്, ശനിയാഴ്ചയാണ് ഈ സ്കാന്. വെള്ളിയാഴ്ച ആരാധനയ്ക്ക് മസ്കറ്റിലെ ഒമാൻ പെന്റക്കോസ്റ്റ് അസംബ്ലിയിൽ OPL ഞങ്ങൾ ആരാധനയ്ക്ക് വേണ്ടി പോവുക. ആരാധനയ്ക്ക് വേണ്ടി ചെല്ലുമ്പോൾ അവിടെ അന്ന് വായിച്ച സങ്കീർത്തനം, ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. തീർന്നില്ല. 34ാം സങ്കീർത്തനം വായിച്ചാണ് അന്ന് അവിടെ ദേവദാസൻ പ്രബോധിപ്പിക്കുന്നത്. 34ാം സങ്കീർത്തനത്തിനകത്ത് അതിൻ്റെ 5ാം വാക്യത്തിൽ അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല എന്നുള്ള വാക്യമെടുത്താണ് ദേവദാസൻ സംസാരിക്കുന്നത്. എന്നാൽ അതിൻ്റെ തൊട്ട് മുകളിലുള്ള വാക്യം ഇങ്ങനെ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ദേവദാസൻ ഒരു വശത്ത് പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഇപ്പുറത്തൊരു മനുഷ്യൻ നിന്ന് പറയുന്നത് പോലെ എൻ്റെ ഉള്ളത്തോട് പറയുകയാണ്, നിന്റെ സകല ഭയത്തിൽ നിന്നും ഞാൻ നിന്നെ വിടുവിച്ചു. അവൻ എന്നെ ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചപ്പം ഞാൻ ആ വചനത്തെ ഏറ്റെടുത്തു. എൻ്റെ ഭയം, എനിക്ക് ഭയമാണ്, കുഞ്ഞെന്തായി തീരുമെന്നുള്ള ഭയമാണ്. അപ്പൊ ഞാൻ ആ വചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞു, കർത്താവേ നീ എൻ്റെ ഭയത്തിൽ നിന്ന് വിടുവിച്ചതിനായിട്ട് സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ വചനത്തെ ഏറ്റെടുക്കുവാനായിട്ടിടയായി. പിറ്റേ ദിവസം സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവർ പറഞ്ഞ സ്കാനിൽ നമുക്കൊന്നും മനസ്സിലാകുന്നില്ല, അതുകൊണ്ട് അമ്നിയോസിന്തസിസ് ചെയ്യണം. അമ്നിയോസിന്തസിസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞു, അമ്നിയോസിന്തസിസും ചെയ്യേണ്ട, ഒന്നും ചെയ്യണ്ട, സ്കാനിലൊന്നും അറിഞ്ഞാലും വേണ്ടില്ല, ഇല്ലേലും പ്രശ്നമില്ല. ഇപ്പം അമ്നിയോസിന്തസിസ് ചെയ്തിട്ട് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉള്ള കുഞ്ഞാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾക്കിതൊന്നും അറിയണ്ട. അപ്പൊ അവര് പറഞ്ഞായിരുന്നു അബോർഷനുള്ള ചാൻസ് ഉണ്ട്, കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണം, പല കാര്യങ്ങളും അതിന്റെ തുടർച്ചയായിട്ടുള്ള കാര്യം പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല, കുഞ്ഞ് എങ്ങനെ വരുന്നോ ആ കുഞ്ഞിനെ ഞങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണെന്ന് രണ്ടുപേരും ദൈവസന്നിധിയിൽ തീരുമാനിക്കുകയും പ്രാർത്ഥിക്കുകയും ധൈര്യപ്പെടുകയും ചെയ്തു. അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. ഉദരഫലം കർത്താവ് ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ 2002 ജനുവരി മാസം 16-ാം തീയതി കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ഒരു ആൺപൈതലിനെ, ഒരു ഊനമില്ലാത്തൊരു ആൺപൈതലിനെ കർത്താവ് ഞങ്ങളുടെ കയ്യിൽ തന്നു. അന്നെല്ലാവരും പറഞ്ഞു, നിങ്ങളുടെ നിന്നയെ അകറ്റുവാൻ, ലജ്ജയെ മാറ്റുവാൻ
കുനിഞ്ഞിരുന്ന അവസ്ഥകൾക്ക് മാറ്റം വരുത്തുവാൻ ദൈവം നിങ്ങളോട് കരുണ കാണിച്ചതാണെന്ന് പറഞ്ഞ് അപ്പോൾ ഇവന് ഉദരത്തിലായിരിക്കുമ്പോൾ തന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, മൂത്ത കുഞ്ഞിനെ ഉദരത്തിലായിരിക്കുമ്പോഴേ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പിച്ചിരുന്നു. അവളെ ഒരു ആണോ പെണ്ണോ എന്ന് അറിയുന്നില്ല, ഏത് കുഞ്ഞായിരുന്നാലും കർത്താവിന്റെ വേലയ്ക്ക് തരാമെന്ന് മൂത്ത കുഞ്ഞിനെ ഞങ്ങൾ സമർപ്പിച്ചതാ. രണ്ടാമത്തവളെ സമർപ്പിച്ചില്ല. ഞാൻ ഓർത്തു, ആദ്യത്തേതിനെ കർത്താവിന് കൊടുത്തല്ലോ, ആദ്യഫലമാണല്ലോ ദൈവത്തിന് കൊടുക്കുന്നത്, രണ്ടാമത്തേത് ഞങ്ങൾക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തില്ലായിരുന്നു. മൂന്നാമത്തേത് വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ് ഏതൊരു ആൺകുഞ്ഞാണെങ്കിൽ അവന് യിരെമ്യാവെന്ന് പേരിട്ട് ഞങ്ങൾ അവനെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി തരും. ആൺകുഞ്ഞാണെങ്കിൽ പെൺകുഞ്ഞാണെങ്കിലും ഇതിന്റെ വേലയ്ക്ക് വേണ്ടി തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മൂന്നാമത്തെ കുഞ്ഞിനെയും കർത്താവ് തന്നത്. പറഞ്ഞപ്പോൾ പലരും എന്നോട് പറഞ്ഞു, യിരെമ്യാവെന്ന് പേരിടരുത്, യിരെമ്യാവ് അനുഭവിച്ച കഷ്ടമൊക്കെ അറിയാവില്ല. ഞാൻ പറഞ്ഞു, കഷ്ടമൊക്കെ അറിയാം, പക്ഷെ ദൈവത്തോട് എടുത്ത തീരുമാനം അങ്ങനെ യിരെമ്യാവെന്ന് പേരിട്ടു. അവനെയും പിശാച് വെറുതെ വിട്ടില്ല. അവൻ ജനിച്ചപ്പോൾ അവന് ഒരു ടങ് ടൈ ഉണ്ടായിരുന്നു. അവന്റെ ടങ് ഇങ്ങനെ ടൈ ഉണ്ടായിട്ട് പുറകോട്ട് വലിഞ്ഞാണ് അവന്റെ ടങ് നിന്നത്. അപ്പം ഡോക്ടേഴ്സ് കണ്ടിട്ട് പറഞ്ഞത് ഒരു വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ചെറിയൊരു നിക്ക് കൊടുത്ത് ഒരു ചെറിയൊരു സർജറി കൊടുത്താൽ മതി, അത് അത് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഉണ്ടായി 2-3 ദിവസം കഴിഞ്ഞപ്പം പെട്ടെന്ന് ഒരു കരച്ചിൽ കേട്ട് നോക്കിയപ്പം അവന്റെ തന്നെ നഖം കൊണ്ട് ആ ടങ് ടൈ അങ്ങ് പൊട്ടിപ്പോയി. കർത്താവ് ഒരു സർജറിക്കും അവനെ വിധേയമാക്കിയില്ല. നോർമലായിട്ട് ഇന്ന് അവൻ റോബോട്ടിക് എഞ്ചിനീയറിംഗിന് പഠിച്ചുകൊണ്ട് ഇവിടെ ഷെഫീൽഡ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ കൃപയാൽ അങ്ങനെ 3 കുഞ്ഞുങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തന്നു. ദൈവം അത്ഭുതകരമായി ഞങ്ങളെ ഒമാനിൽ നിർത്തി. ഭർത്താവിന്റെ ജോലി ഏത് കമ്പനി നഷ്ടപ്പെടുത്തിയോ, ആര് ഭർത്താവിനെ കൊണ്ട് ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യിച്ചോ, 1 വർഷം തികയുന്നതിന് മുൻപേ ആ കമ്പനി കത്തിപ്പോകുവാനായിട്ടിടയായി. നമുക്ക് ദോഷം ചെയ്തത് കൊണ്ട് സംഭവിച്ചു എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ ദൈവ പൈതലിനെ തൊടുന്നവൻ അവന്റെ കൺമണിയെ തൊടുന്നു എന്ന ദൈവത്തിന്റെ വചനം. അങ്ങനെ കർത്താവ് അവിടെ നിന്ന് ഞങ്ങളെ അതിശയകരമായിട്ട് ദൈവത്തിന്റെ വാഗ്ദത്തം പോലെ തന്നെ ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവരുവാനായിട്ടിടയായി. ഈ ദേശത്തേക്ക് കൊണ്ടുവന്നതും കർത്താവിന്റെ സന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ് ഞങ്ങൾ ഈ ദേശത്തേക്ക് വന്നത്. ഇവിടെ വരുമ്പോൾ കർത്താവിന്റെ വേലയ്ക്കാണ് കൊണ്ടുപോകുന്നതെന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം പലരിലൂടെ ഞങ്ങൾ കേട്ടിരുന്നു. ഞങ്ങൾക്കൊരു മുൻലൈൻ മിനിസ്ട്രി ഒന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾക്ക് രണ്ടുപേരും, ഒരാൾ കത്തോലിക്കയിൽ നിന്നും ഒരാൾ CSL നിന്നൊക്കെ വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സഭാ ശുശ്രൂഷ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അന്ന് അറിഞ്ഞുകൂടാ. ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് എല്ലാ വിധത്തിലും സപ്പോർട്ട് ചെയ്യാനൊക്കെ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. അവിടെ അന്നപ്പോൾ ഞാൻ ലേഡീസ് മിനിസ്ട്രിക്ക് വചനമെടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. സിസ്റ്റേഴ്സ് ഗ്രൂപ്പിലൊക്കെ വചനമെടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എങ്കിലും ഇവിടെ വന്ന് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകാം എന്നുള്ള തീരുമാനത്തിലാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. എന്നാൽ ഇവിടെ വന്നപ്പോൾ വേണ്ടതായ ഒരു കൂട്ടായ്മ, ഞങ്ങളുടെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ഡിസ്റ്റൻസിൽ ഞങ്ങൾക്ക് ഒരു കൂട്ടായ്മയില്ലായിരുന്നു. മലയാളം കൂട്ടായ്മയില്ലായിരുന്നു. ഇംഗ്ലീഷ് ചർച്ചിലാണ് ഞങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരുന്നത്. മലയാളം കൂട്ടായ്മയ്ക്ക് വേണ്ടി 1.5 മണിക്കൂറോളം യാത്ര ചെയ്ത് ബ്രിസ്റ്റോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾ പോയി. ആദ്യത്തെ വർഷം ഞങ്ങൾ, അതായത് 2005 ഞങ്ങൾ മാസത്തിലൊന്ന് അവിടെ പോവുകയും ആരാധന കൂടുകയും ചെയ്യും. ഗൾഫിലായിരുന്ന സമയത്ത്, ഒമാനിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടിൽ എന്നും വൈകിട്ട് പ്രാർത്ഥന ഉണ്ടായിരുന്ന ഒരു വീടായിരുന്നു. കാരണം പിന്നത്തേതിൽ ഞങ്ങൾ താമസിച്ച ഞങ്ങളുടെ വീട്ടിലായിരുന്നു ആരാധന നടക്കുന്നത്. അപ്പം വീടിന്റെ ഒരു മുറി കൺവേർട്ട് ചെയ്തിട്ടായിരുന്നു ആരാധന നടക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. സഭയായിട്ട് വന്നിട്ട് ഒരു പ്രാർത്ഥനയ്ക്കകത്തുനിന്ന് ഇവിടെ വന്നിട്ട് ഒരു ഡ്രൈ ലാൻഡിലേക്ക് വന്നതുപോലെ ആയിപ്പോയി. ഏതായാലും 1 വർഷത്തോളം ഞങ്ങൾ സ്ട്രഗിൾ ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഈ ദേശത്ത് ചെറിയ രീതിയിൽ ഒരു കോട്ടേജ് മീറ്റിംഗ് പോലെ ചുറ്റുമുള്ളവരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥന ആരംഭിച്ചു. പിന്നത്തേതിൽ കർത്താവ് ഞങ്ങളെ അല്പമായി വചനമൊക്കെ പഠിപ്പിച്ച് സാഹചര്യങ്ങളും മുഖാന്തരങ്ങളും ഒക്കെ തന്ന്, വചനം പഠിക്കാനുള്ള സാഹചര്യങ്ങൾ തന്ന് ഞങ്ങളെ കർത്താവിൻ്റെ വേലയിൽ കർത്താവ് ഇവിടെ ആക്കി വെച്ചിരിക്കുന്നു. പല സ്നാനങ്ങൾ നടക്കുവാൻ കർത്താവ് ഇടയാക്കി. യാക്കോബയിൽ നിന്നും മർത്തോമയിൽ നിന്നും അങ്ങനെ പല സമുദായത്തിൽ നിന്നും ദൈവമക്കള് കർത്താവിനെ അറിയുവാനും കർത്താവിൻ്റെ കൃപയിലായി തീരുവാനും ദൈവം കൃപ ചെയ്തു. ഇന്ന് ഞങ്ങൾ
യോവിൽ എന്ന പട്ടണത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. എന്നാൽ ഇവിടുന്ന് ടോണ്ടൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കർത്താവിൻ്റെ വേലയുണ്ട്. ടോണ്ടനിൽ പോയി പ്രവർത്തനം ആരംഭിച്ചതൊക്കെ ഒരു വലിയ സാക്ഷ്യമാണ്. പിന്നത്തേതിൽ ദൈവം അനുവദിക്കുന്ന പോലെ മറ്റൊരു ദിവസം സാക്ഷ്യം പറയാമെന്ന് വിചാരിക്കുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങളിപ്പോൾ വെസ്റ്റേൺ സൂപ്പർമയർ എന്ന് പറയുന്ന സ്ഥലത്തും കർത്താവിൻ്റെ വേലയുണ്ട്. പലയിടങ്ങളിലും കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങളായിരിക്കുന്നു. പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും. എന്നാൽ പാർട്ട് ടൈം ജോലി കഴിഞ്ഞുള്ള സമയത്ത് കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ ഈ ദേശത്തായിരിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രെയർ ലൈൻ ഞങ്ങൾക്കുണ്ട്. എല്ലാ ദിവസവും രാവിലെ 9 തൊട്ട് 10:30 വരെ UK ടൈം 10:30 വരെ ഞങ്ങൾ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കുറച്ച് സഹോദരിമാരെ കർത്താവ് എനിക്ക് ദേശത്ത് തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പ്രെയർ ലൈൻ നടക്കുന്നു. കോവിഡിനൊക്കെ വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ ആരംഭിച്ചൊരു പ്രെയർ ലൈനാണ്. അതിന്നും പ്രെയർ ലൈൻ നടക്കുന്നു. പലതരത്തിലുള്ള കർത്താവിൻ്റെ വേലയിൽ പലതരത്തിൽ ഞങ്ങൾ ഇന്ന് ഇൻവോൾവ് ആയിരിക്കുന്നു. അങ്ങനെ കർത്താവ് ഞങ്ങളെ ദേശത്ത് മാനിച്ചു നിർത്തിയിരിക്കുന്നു. എൻ്റെ ഭർത്താവിൻ്റെ പേര് പാസ്റ്റർ തോമസ് വർഗീസ് എന്നാണ്. 3 മക്കൾ ഞാൻ പറഞ്ഞതുപോലെ. ഞങ്ങളെ 5 പേരെയും കർത്താവ് വിദേശത്ത് കൃപയാൽ സൂക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഓക്കെ ദേവദാസി, കർത്താവ് നടത്തിയ വിധങ്ങളും വഴികളും ഒക്കെ കേൾക്കാനിടയായല്ലോ. അത്ഭുതകരമായ വഴികൾ, നമ്മുടെ കർത്താവിനെയും കൊണ്ട് കഴിയാത്തതൊന്നുമില്ല. അത്ഭുതം ചെയ്യുന്നൊരു ദൈവത്തിൻ്റെ ആ വലിയ പ്രവൃത്തിയെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ കഴിഞ്ഞു കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൽ നിന്ന്. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ നമുക്ക് സെക്കൻഡ് പാർട്ട് എടുക്കാം. ഓക്കെ, ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഓക്കെ, ദേവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നല്ല സമയത്തിനായിട്ട് അടിയൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, പ്രിയ സിസ്റ്റർക്കായിട്ട് അതിന്റെ പുറകിൽ ഈ ജോയ്സിയുടെ എല്ലാ ടീമുകളായിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അനേകർക്ക് വിടുതലായി തീരുക. ദൈവത്തിന്റെ സഭ പണിയുന്നതിന് അതും ഒരു മുഖാന്തരമായി തീരുവാൻ അടിയോട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അവരുടെ പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ജോയ്സിയുടെ പ്രേക്ഷകരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, എന്റെ ദൈവമേ, ആരെങ്കിലും സങ്കടത്തിലും ദുഃഖത്തിലും ഇല്ലായ്മയിലും രോഗത്തിലും കഷ്ടത്തിലും ഒക്കെ ആയിരിക്കുന്നെങ്കിൽ ഞങ്ങൾ ഈ പറഞ്ഞ സാക്ഷ്യം തിരുനാമം മഹത്വത്തിനാക്കി തീർക്കണമേ. അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാക്കണമേ. കർത്താവിനെ അനുസരിക്കുന്നതിനും കർത്താവിന്റെ വചനത്തെ അനുസരിക്കുന്നതിനും മുഖാന്തരമാക്കണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലും ഞങ്ങളുടെ പേരുയരാതെ ദൈവത്തിന്റെ നാമം മഹത്വം എടുക്കുവാൻ തിരുക്കരങ്ങളിലേക്ക് ഞാൻ ഈ സാക്ഷ്യത്തെയും കേൾക്കുന്ന ജനത്തെയും ഒരുപോലെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ നാമം മഹത്വം എടുക്കണം, പ്രവർത്തനങ്ങളെ മാനിക്കണം. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഓക്കെ, താങ്ക് യു ദേവദാസി.